അങ്ങനെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം നടക്കുന്നത് ഈ തേർഡ് ഇയർ ടൈമാണ്. ചില കാര്യങ്ങൾ എങ്ങനെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അയക്കൂല. അൾട്ടിമേറ്റ്ലി നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ കീപ്പ് ചെയ്യുന്ന ഫയലില്ലേ, അതിൻ്റെ കട്ടി കൂട്ടാൻ യൂസ് ചെയ്യും. അപ്പോൾ നമസ്കാരം, വെൽക്കം ടു മൈ എസി പോഡ്കാസ്റ്റ്. ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെ തുടങ്ങാം. അതായത് ഇപ്പോൾ നിങ്ങൾ മയോസി എന്ന് പറഞ്ഞ ഇത് തുടങ്ങിയല്ലോ, ബിസിനസ്സായിട്ടും മയോസി എന്ന് പറഞ്ഞൊരു സംഭവം തുടങ്ങിയല്ലോ, അതിൻ്റെ ഒരു ജേണി എന്ന് പറയുമ്പോൾ സംഭവം എന്തെയ്യും? ഞങ്ങൾ കൊറോണ സമയത്താണ് ഇത് മയോസി തുടങ്ങണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഒന്നും അല്ലേ. ആദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ ഫീൽഡിൽ തന്നെയുള്ള കുറേ ആൾക്കാരുണ്ട്. അതായത് നമ്മുടെ ബാച്ചിലുള്ള കുറേ ആൾക്കാർ പല ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അന്നിങ്ങനെ പല സാധനങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് നല്ല ജോബുണ്ട്, നല്ല കമ്പനിയിലാണ്. കുറേ ആൾക്കാർ എന്താ വെച്ചാൽ ഞങ്ങളെ ബാച്ചിൽ, ഞങ്ങൾ ജൂനിയർ ബാച്ചിലൊക്കെ ഉള്ള ആൾക്കാർക്ക് കൊറോണ സമയം ആയ സമയത്ത് കുറേ ആൾക്കാർക്ക് ജോലിയൊക്കെ ഇല്ലാതായി. അപ്പം അങ്ങനെ വന്ന സമയത്ത് കുറേ ഓപ്പണിംഗ് ഒക്കെ, ഇപ്പോൾ ഇവരെ കമ്പനിയിൽ തന്നെ കുറേ ഓപ്പണിങ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പം നമ്മളൊക്കെ അറിയുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഒരു കമ്മ്യൂണിറ്റി പോലെ ആദ്യം വാട്സപ്പിൽ തുടങ്ങി, പിന്നെ ടെലഗ്രാമിൽ തുടങ്ങി, അങ്ങനെ വന്നതായിരുന്നു ആക്ച്വലി. അങ്ങനെയാണ് ആക്ച്വലി അതിൻ്റെ ഒരു മയോസിലേക്ക് എത്താനുള്ളൊരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത്. തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ മയോസി തുടങ്ങണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഒന്നും അല്ലേ, ഇങ്ങനെ ഒന്നും അല്ലേ കൺസെപ്റ്റ്. പക്ഷേ ഇങ്ങനെ എത്തിപ്പെട്ടതാണ് ഈ മയോസി മേക്ക് യുവർ ഓൺ കരിയർ, അങ്ങനെ പേരൊന്നും മേക്ക് യുവർ ഓൺ കരിയർ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം നമ്മളെ വെച്ചോടെ നമ്മളെ കരിയർ ശരിക്കും നമ്മളാണ് ബിൽഡ് ചെയ്യേണ്ടത്, വേറൊരാളല്ല ആക്ച്വലി ബിൽഡ് ചെയ്യുക. അതിപ്പം എനിക്കിപ്പം ഒരു എൻ്റർപ്രണർ ആവണം എന്നുണ്ടെങ്കിൽ ആക്ച്വലി അത് ഞാനാണ് ഡിസൈഡ് ചെയ്യേണ്ടത്, അല്ല ഞാനാണ് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പം ആ ഒരു സംഭവം, അതായത് ഇപ്പോൾ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇപ്പോൾ ജോബിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും അവനവൻ്റെ കരിയർ ബിൽഡ് ചെയ്യേണ്ടത് അവനവനാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഒരു കാണുന്നുള്ളത് ആ ഒരു പേരിൽ നിന്ന് കിട്ടണം എന്നുള്ള ഒരു സാധനം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ എടുത്തത് മേക്ക് യുവർ ഓൺ കരിയർ മയോസി എന്നുള്ള ഷോർട്ട് ഫോമിലേക്ക്. അതിൻ്റെ ടാഗ് ലൈൻ ഇങ്ങനെ തന്നെ, ഗൈഡൻസ് യു നീഡ്, റിസൾട്ട് യു വാണ്ട്. അതായത് അവർക്ക് വേണ്ടിയിട്ട് എല്ലാ ഗൈഡൻസും നമ്മൾ കൊടുക്കും, അതേപോലെ റിസൾട്ടാണ് അൾട്ടിമേറ്റ്ലി നമ്മൾ എയിം ചെയ്യുന്നത്. അങ്ങനെയാണ് അതിലേക്ക് എത്തിയത്. പക്ഷേ ഒറ്റയടിക്ക് ഉണ്ടായതൊന്നുമില്ല, കുറേ കാലം ഇങ്ങനെ കുറേ പേര് നോക്കി എനിക്കൊന്നത് 2-3 മാസമൊക്കെ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ വയ്യത്താല് തന്നെയാണ്. അവസാനമാണ് ഈ ഒരു പേരിലേക്ക് എത്തിയപ്പം മാഷാ അല്ലാഹ് നല്ലൊരു അടിപൊളി പേരായിട്ട് എനിക്കും ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അതൊരു ഫീൽ ചെയ്യുന്നുണ്ട്. നൈസായിട്ടുണ്ട് സംഭവം. എന്തായാലും മേക്ക് യുവർ ഓൺ കരിയർ, മേക്ക് യുവർ ഓൺ പെർഫ്യൂം എന്നൊക്കെ പറയുന്ന പോലെ. അതെ, അങ്ങനെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഇത് അതിന്ന് കോപ്പി അടിച്ചാണോ എന്നുള്ള സാധനങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങളെ വെച്ചാൽ നമ്മൾ 2021 സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷെ ഞങ്ങളത് അറിഞ്ഞുകൊണ്ടൊന്നും അങ്ങനെ ഇട്ടതല്ല. ആക്ച്വലി വന്നപ്പോൾ ശേഷം ഇതാണ് അവസ്ഥ. അപ്പം പലരും ചോദിക്കുന്നത് ഞങ്ങൾ കോപ്പി അടിച്ചാണോ അങ്ങനെ ചോദിക്കലുണ്ട്. പിന്നെ ഇപ്പോൾ ഇതുണ്ടല്ലോ, നിങ്ങൾ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ട് ബിസിനസ് തുടങ്ങും, ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുമെന്നോ, അല്ലെങ്കിൽ ഇത് തുടങ്ങാനുള്ളൊരു ഇൻസ്പിറേഷൻ ആയിട്ട് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ? എനിക്ക് സ്വന്തമായി തുടങ്ങണം എന്നുള്ളൊരു ബിസിനസ് തുടങ്ങണം എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞ പോലെ കോളേജിൽ നിന്ന് ചെറിയ സാധനങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യലുണ്ടായിരുന്നു. അപ്പോൾ കോളേജിൽ വെച്ച് നോക്കുന്ന സമയത്ത് ഞാൻ കുറേ മൾട്ടിപ്പിൾ റോൾസ് ഞാൻ ഹാൻഡിൽ ചെയ്യലുണ്ടായിരുന്നു. അപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ കോളേജിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തേർഡ് ഇയറാണ്. ആ സമയത്ത് ഞാൻ NSSൻ്റെ ജീസൊക്കെ ആയിരുന്നു. അതായത് മൊത്തം ഞാൻ ഹെഡ് ചെയ്ത് ഏകദേശം 240 ആളുണ്ടായിരുന്നു. അതേപോലെ ഞങ്ങളൊരു മുസ്ലിംസിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ICC. അപ്പോൾ അതിൽ മെസ് ഡയറക്ടർ ഞാൻ ആ ഒരു 1 ഇയർ. അതായത് ഏകദേശം 200-220 ആൾക്കാരുടെ ഫുഡ് കാര്യങ്ങൾ കംപ്ലീറ്റ്ലി പൈസ വാങ്ങലും മാനേജ് ചെയ്യലും പർച്ചേസും ആ കാര്യങ്ങളെല്ലാം ഞാൻ ഇനി മാനേജ് ചെയ്യുന്നത്. ഞാനും പിന്നെ ഞങ്ങളെ കൂടെ 2 ആൾക്കാരോട് ഉണ്ടായിരുന്നു, യാസറും അംലാസും. അപ്പം ഇവർ ചില കാര്യങ്ങളിൽ ബിസി ആകുമ്പം ഞാൻ IC തന്നെ നിൽക്കണോണ്ടും എനിക്ക് കുറേ കാര്യങ്ങൾ ഈസി ആയിരുന്നു ആക്സസ്. അപ്പം ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യൽ. ഇതേ സമയത്ത് ഞാൻ SIൻ്റെ ട്രഷറർ ആയിനി. പിന്നെ ഇതേ സമയത്താണ് ഞങ്ങളെ മെക്കാനിക്കലിൻ്റെ SI ഇന്ത്യൻ്റെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, അതായത് FE സൈക്കിൾ എന്ന് പറഞ്ഞൊരു കോമ്പറ്റീഷൻ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ആ സാധനം. പക്ഷെ ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഇതുവരെ ഒരു ടീം പോലും ഈ SIനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് FE സൈക്കിൾ കോമ്പറ്റീഷന് പങ്കെടുത്തില്ല. ഞങ്ങളതിന് ഫസ്റ്റ് ടീം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറേ സ്ട്രഗിൾസ് എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പം സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോറിക്ഷ അല്ലേ, അതിങ്ങനെ തല തിരിച്ച് വെച്ചാൽ കണ്ടോ, അതായത് മുമ്പിൽ 2 വീലും ബാക്കിൽ 1 വീലും. ആ സാധനം അതാണ് സെറ്റപ്പ്.
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അന്ന് എടുത്ത കുറേ പാളിച്ചകളുണ്ട്. അത് പക്ഷേ ഞങ്ങൾ നെക്സ്റ്റ് വന്ന ആൾക്കാർക്ക് അത് ഭയങ്കരമായിട്ട് ഹെൽപ്പായി ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കി ബിൽഡ് ചെയ്ത് ഞങ്ങൾ പഞ്ചാബിൽ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി LPU അവിടെ പോയി ഞങ്ങൾ കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്ത് ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല റാങ്കും കിട്ടി. പക്ഷേ റേസിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഞങ്ങൾ അവിടെ ഞങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയൊരു ഫാൾട്ടായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് ഞങ്ങൾ മെറ്റീരിയൽ സെലക്ട് ചെയ്തപ്പം അതിൻ്റെ വെയിറ്റിലേക്ക് ഒരു കൺസിഡറേഷൻ ഞങ്ങൾ വല്ലാതെ പോയില്ല. നമ്മൾ സ്ട്രെങ്ത്ത് മാത്രം നോക്കി. അപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെയിറ്റ് വന്നിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു വിചാരിച്ച പോലെ ആ ഒരു സ്പീഡിൽ ഈ സാധനം മൂവ് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ വിട്ടുപോയി. പക്ഷേ നമുക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു മത്സരം നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് എക്സൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾക്ക് ഒരുപാട് ഫാൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ പോയതും ഇതിൻ്റെ കംപ്ലീറ്റ് സ്പോൺസർഷിപ്പ് ഞാനിനി ഹാൻഡിൽ ചെയ്ത് ഏകദേശം എനിക്ക് തോന്നുന്നത് ഈ ഒരു സാധനം ഉണ്ടാക്കാൻ തന്നെ ഏകദേശം 1.75 അടുത്ത് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. അതിൽ ഞങ്ങൾ പേഴ്സണലി കുറച്ച് പൈസ ഇട്ട്, പിന്നെ അതേപോലെ ഞങ്ങൾക്കൊരു ഇൻവെസ്റ്ററെ കിട്ടി. ആൾ US സെറ്റിൽഡ് ആണ്. അപ്പം അത് കെയർ ഓഫ് വന്നതാണ്. ഞങ്ങൾ ആളെടുത്ത് കാര്യങ്ങൾ പിച്ച് ചെയ്ത സമയത്ത് ആൾ ഞങ്ങൾക്ക് ഏകദേശം 25,000 ലിറ്ററാണ് ആൾ ഞങ്ങൾക്ക് പൈസ തന്നത്. പിന്നെ ഞങ്ങളെ കോളേജിലുള്ള കുറേ സാറുമാർ ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത്, പിന്നെ പൈസ ഉണ്ടാക്കണം. അതായത് ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇത്രയും പൈസ ഞങ്ങൾ നമ്മൾ സ്വന്തം കൈമ്പം കിട്ടുക പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ പഠിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പം നമുക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് ഇല്ല, എത്തൂല. അതെ, വീട്ടിൽ ചോദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ എന്താ വെച്ചാൽ, ഞാൻ അന്ന് SIൻ്റെ ട്രഷററാണ്. അപ്പം അന്ന് സാംസൺ സാറാണ് അതിൻ്റെ ഇൻചാർജ്. അപ്പം ഞാൻ മൂപ്പരോട് ഇങ്ങനെ കാര്യം പറഞ്ഞു. അപ്പം SIൻ്റെ അണ്ടറിലാണ് ആക്ച്വലി നമ്മളൊരു കോമ്പറ്റീഷന് പോകുന്നത്. ആദ്യമായിട്ട് പോവുകയാണ്, നമ്മൾ കോളേജിനെ റെപ്രസെൻറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പം ഞാൻ സാറോട് ചോദിച്ച സമയത്ത് സാറ് പറഞ്ഞൊരു സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് SIൻ്റെ അണ്ടറിൽ എന്ത് പ്രോഗ്രാം വേണമെങ്കിലും കണ്ടക്ട് ചെയ്യുക. ആ കണ്ടക്ട് ചെയ്യുന്ന എമൗണ്ട് ഒരു പെർട്ടിക്കുലർ, അതായത് മേജർ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞതും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളെ ഇതിലേക്ക് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വന്ന സമയത്താണ് നമുക്ക് CAD സെൻറ്റർ അറിയാമെന്ന് അറിയില്ല. CAD സെൻറ്റർ ഇല്ലേ? ഇവരെന്ത് വെച്ച് കഴിഞ്ഞാൽ ഇവർ പല കോളേജുകളിലും പല കോമ്പറ്റീഷൻസ്, അതായത് ഈ 1 ഡേ അല്ലെങ്കിൽ 3 ഡേ എന്നൊക്കെ പറഞ്ഞൊരു കോമ്പറ്റീഷൻസും അതേപോലെ വർക്ക്ഷോപ്പുകളൊക്കെ കണ്ടക്ട് ചെയ്യും. അപ്പോൾ അന്ന് ഞങ്ങൾ എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു 1 ഡേ വർക്ക്ഷോപ്പ്, അതായത് 2,000 റുപ്പീസാണ് ആ വർക്ക്ഷോപ്പിൻ്റെ ഫീ എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരായിട്ട് സംസാരിച്ച് ഞങ്ങളിങ്ങനെ ഇതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പം അവരെന്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ശരിക്കും 2,000 കൊടുക്കേണ്ടതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, 1,000 കൊടുത്താൽ മതി എന്നുള്ളൊരു ടേംസിലേക്ക് എത്തി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 100 ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്ത് ഈ ഒരു ഇതിലേക്ക് ടാർഗറ്റ് ചെയ്ത് നമ്മൾ കോളേജ് മുഴുവൻ സർക്കുലേറ്റ് ചെയ്ത്, അതേപോലെ പുറത്തെ കോളേജസിൽ നിന്നും ആളെ കൊണ്ടുവരാനുള്ള രീതിയിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത്, അങ്ങനെ ഞങ്ങൾ 100 ആൾക്കാരെ വെച്ചിട്ട് ഈ ഒരു വർക്ക്ഷോപ്പ് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത്. അങ്ങനെ വന്നപ്പോൾ നമുക്ക് അതിൽ ഏകദേശം എനിക്ക് തോന്നുന്നു 50,000 അടുത്തെങ്ങാണ്ട് ബാക്കി എക്സ്പെൻസ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് അത്ര റവന്യൂ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റി. ആ പൈസ ഞങ്ങൾ എന്ത് ചെയ്ത് ഞങ്ങൾ FE സൈക്കിളിലേക്ക് എടുത്ത്. അപ്പം മൊത്തത്തിൽ ഏകദേശം ഒരു 75,000 റുപ്യ അങ്ങനെ തന്നെ കിട്ടി. അതായത് ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഇൻവെസ്റ്റർ മൂപ്പരെടുത്തുനിന്നും പൈസ കിട്ടി, പിന്നെ ഇങ്ങനെ ഞങ്ങൾ പൈസ ഉണ്ടാക്കി. അപ്പം ഇതെല്ലാം നടക്കുന്നത് ഈ 3rd ഇയർ ടൈമാണ്. അപ്പം എനിക്കെന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് തന്നെ എനിക്ക് മനസ്സിലായി, അതായത് എനിക്കൊരു പെർട്ടിക്കുലർ റോള് മാത്രം ചെയ്തിട്ട് എനിക്ക് എന്താ ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് ഞാൻ അന്ന് മനസ്സിലാക്കി. അപ്പം അങ്ങനെയാണ് ശരിക്കും ഞാൻ ഈ ആംഗിളിൽ എത്തിപ്പെടുന്നത്. അവിടെ എല്ലാം മൾട്ടിപ്പിൾ റോൾസ് ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായൊരു സാധനം അത് ചെയ്ത് എനിക്ക് ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമല്ലോ. അങ്ങനെയാണ് ഗ്രാജ്വലി മയോസിലേക്ക് എത്തുന്നത്. അപ്പം ഞാൻ അവിടെ ആണെങ്കിൽ ഇപ്പോൾ EdTech സെക്ടറിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പം ആ ഒരു ഫീൽഡിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഹെൽപ്പായി. കുറേ സാധനങ്ങൾ അവിടെയും ഇപ്പോൾ ഇതേപോലെ നമ്മൾ ട്രൈ ചെയ്യും, ഫെയിൽ ആവുന്നതുണ്ടാവും. അപ്പം അതിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇൻസൈറ്റ്സ് നമുക്ക് കിട്ടും. അപ്പം അങ്ങനെയാണ് ആക്ച്വലി ഈ ഒരു ഫീൽഡിലേക്ക് എത്തുന്നത്. ഇതും ആക്ച്വലി ഒരു കോഴ്സാണ്, അതേപോലെ അതായത് ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അപ്സ്കില്ലിംഗ് കോഴ്സാണ് കൊടുക്കുന്നത്. പിന്നെ അതിൽ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. ഇപ്പോൾ ഇതിലാണെങ്കിൽ നിങ്ങൾ 2 ടീമിന് ഫോക്കസ് ചെയ്യുന്നു, മെക്കാനിക്കലി ഇലക്ട്രിക്കൽ 2 ടീം ചെയ്യുന്നുണ്ടല്ലോ. അതെ ഉണ്ട്. അപ്പോൾ പലരും എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫീൽഡിനെ കുറിച്ചൊന്നും അവെയർ അല്ല എന്നുള്ളതാണ് സത്യം. ഇപ്പം ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് എനിക്ക് MBA കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല. സത്യം പറയാലോ, ഞാനൊക്കെ കോളേജ് കഴിഞ്ഞ് ഇവരൊക്കെ കോഴ്സ് എടുക്കുന്ന സമയത്താണ് ഞാനിതിനെക്കുറിച്ചൊക്കെ അറിയുന്നത്. അന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു ജോളി മൈൻഡ് ചെയ്യണോ പക്ഷേ 4th ഇയർ ആകുന്ന സമയത്ത് ഹോസ്റ്റലിൽ കയറലേ ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ട്രിപ്പ് കോളേജ് നൈറ്റ് ഔട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി ഒരു ജോളി വൈബ് ചെയ്യുന്നു. പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും അത്ര ചിന്തിക്കണമൊന്നുമില്ല. ഇപ്പോഴത്തെ ആൾക്കാരാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ.
അല്ല ഇതുള്ള പക്ഷെ ഇപ്പൊ നിങ്ങൾ എനിക്ക് വർക്ക് തരാണെങ്കിലും ആ എനിക്കും ഫസ്റ്റ് ടൈം കേട്ട MEP ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല. MEP പിന്നെയാണ് നിങ്ങൾ പിന്നെ അങ്ങനെ നിങ്ങളെ കോഴ്സിനെ പറ്റി എനിക്ക് ഓരോ ഡീറ്റെയിൽസ് തരുള്ളൂ ഇത് ചെയ്യാൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് ഇത് ഇങ്ങനെയുള്ള ആൾക്കാരെ ഫോക്കസ് ചെയ്യുന്നതാണ്. ഇങ്ങനെ BTech അത് പഠിച്ച ആൾക്കാർക്ക് അല്ലെങ്കിൽ സപ്ലി കിട്ടി ഇങ്ങനെ ആയി തിരിഞ്ഞവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെയാണ് കഴിയാന്നുള്ളതൊക്കെ പിന്നെയാണ് മനസ്സിലായിട്ട് അങ്ങനെയാണ് ഇങ്ങനെ ഒരു ഫീൽഡ് ഉള്ള തന്നെ മനസ്സിലാക്കുന്നത്. ഞാനും പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, അതായത് ഞാനിപ്പോൾ ഈ ഡിസൈൻ ഫീൽഡ് പോലത്തെ ഫീൽഡിലേക്ക് പോയിട്ടില്ലെങ്കിൽ ഇങ്ങനെ BTechോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടാണെങ്കിൽ ഞാനും ചിലപ്പോൾ കറങ്ങി തിരിച്ചപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടാവും ഇത് പഠിച്ചിട്ടുണ്ടാവും. അല്ല ഇതിലെന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ BTech ഞാൻ വിചാരിച്ച സാധനം തല്ലേ ആക്ച്വലി എനിക്ക് BTech എന്ന് കിട്ടിയത്. പക്ഷെ BTech പഠിച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. നമ്മളിപ്പോൾ ഉദ്ദേശിച്ച ഒരു സാധനത്തിന് വേണ്ടിയിട്ട് പോയതല്ല ആക്ച്വലി എനിക്ക് റിസൾട്ടായിട്ട് വന്നത്. ഞാനിപ്പോൾ ഡിഗ്രി പഠിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ പിന്നെ 3 വർഷം പഠിച്ചെങ്കിലും അവിടുന്ന് വല്ലാണ്ടൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ കുറച്ച് ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണെങ്കിലും ഓരോ കോണ്ടാക്ട് ഉണ്ടാക്കിയിട്ട് കുറച്ച് വർക്കുകൾ കാര്യങ്ങൾ കിട്ടി. അങ്ങനെ ഇങ്ങനെ ഇപ്പം പോയി ഒരു ഓഫീസ് കോർപ്പറേറ്റ് ലെവലിൽ എത്തി അങ്ങനെ വേണമെങ്കിൽ പറയാം. ചില കാര്യങ്ങൾ അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അയക്കൂല അൾട്ടിമേറ്റ്ലി നമുക്ക്. പക്ഷെ നമുക്ക് തോന്നും അതെന്താ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്കൊരു നല്ലത് വരുന്നില്ലല്ലോ, എനിക്ക് എന്താ ഇങ്ങനെ എനിക്ക് മാത്രമാണല്ലോ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും. പക്ഷെ അൾട്ടിമേറ്റ്ലി നമുക്കൊക്കെ നല്ലൊരു സാധനം പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. അവിടേക്ക് നമ്മൾ എത്തുന്ന ആ ഒരു ജേണി കുറച്ച് ഒരു ബുദ്ധിമുട്ടുണ്ട്. അതെ, ഇപ്പോൾ ഇവിടെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ മയോസി തന്നെ മെക്കാനിക്കൽ BMMP കോഴ്സ് പഠിച്ചതിൽ കുറേ ആൾക്കാർ സപ്ലിയുള്ള ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രോപ്പറായിട്ട് അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് പ്ലാൻ ചെയ്ത് ആ എക്സാം ക്രാക്ക് ചെയ്യുന്ന ആ പാരലൽ ടൈമിന് ഇവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ MEP പ്രോപ്പറായിട്ട് പഠിച്ചിട്ട് അതിൻ്റെ പ്രൊജക്റ്റുകൾ, അതായത് ലൈവായിട്ടുള്ള പ്രൊജക്റ്റുകൾ തന്നെ ചെയ്തത്. അതിപ്പോൾ ആ സമയത്ത് ഇപ്പോൾ നമ്മൾ കമ്പനിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ അവർ പഠിച്ച് സെറ്റായി ഒരു നല്ല ജോബ് കയറി. അപ്പോൾ ഞാനിപ്പോൾ CET പഠിച്ചത്. അപ്പോൾ നല്ല നല്ല കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തുള്ളൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഈഗോ ആയിരിക്കും. ഞാൻ ഇത്രയും നല്ല റാങ്ക് വാങ്ങി, എൻ്റെ റാങ്ക് എത്ര അറിയാം, 262 ഉണ്ട് റാങ്ക്. ഇത്രയും നല്ല റാങ്ക് വാങ്ങി ഇത്രയും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും അങ്ങനത്തെ ഈ ചെറിയ MEP എന്നൊക്കെ പറഞ്ഞ ചെറിയ കോഴ്സൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ ഈഗോനെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും. ഞാൻ ഇതിനൊക്കെ പഠിക്കുന്നത്, ഞാൻ അത്രയും നല്ല കോളേജ് പഠിച്ചത്, എനിക്ക് നല്ല ജോബ് കിട്ടും എന്നുള്ള ഒരു മെൻറ്റാലിറ്റി കയറും. പക്ഷെ അവിടെയുള്ള സത്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എല്ലാ കമ്പനിയും നോക്കുന്നത് ഓർക്ക് ആവശ്യമുള്ളൊരു സാധനം ഉണ്ടാവും, അല്ലെങ്കിൽ ഓർക്ക് വേണ്ടി ഒരു സ്കില്ലുണ്ടാവും. അത് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു എടുക്കുള്ളൂ. അങ്ങനൊരു സാധനമുണ്ട്. പിന്നെ വെച്ചാൽ ഈ അല്ലാത്ത സാധനങ്ങളുണ്ട് കേട്ടോ. അതായത് ഇപ്പം ഫ്രഷേഴ്സിനെ എടുത്തിട്ട് പുതുതായിട്ട് ട്രെയിൻ ചെയ്തിട്ട് അങ്ങനെ കൊടുക്കുന്ന റോളുകളും ഉണ്ടാവും. അപ്പം അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരെ സംബന്ധിച്ചിടത്തോളം നല്ല അക്കാഡമിക്കലി വെൽ ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവർ നോക്കുന്നുണ്ടാവുക. അങ്ങനത്തെ ഒക്കെ വരുമ്പം ഇതേപോലെ NIT, IIT, CET ഇവിടത്തൊക്കെ ഉള്ള ആൾക്കാരെ ടോപ്പ് ലെയർ അക്കാഡമിക്കലി എക്സൽ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അവർ എടുക്കുക. അങ്ങനെ എടുക്കുന്നതുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയില്ല. ഇപ്പോൾ നിങ്ങളവിടെ കുറേ ആൾക്കാർ പ്ലേസ്ഡ് ആയിരുന്നു. ഞാൻ തന്നെയാണ് കുറേ പോസ്റ്റേഴ്സൊക്കെ ഉണ്ടാക്കിയത്. അതിനെ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പ്ലേസ്ഡ് ആക്കണതിൻ്റെ പ്രൊസീജിയർ ഉണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇവിടുന്ന് പഠിച്ചിറങ്ങുന്നവർ എങ്ങനെയാണ് പ്ലേസ്ഡ് ആവണമെന്നുള്ള അതൊക്കെ എന്തൊക്കെ സംഭവം എങ്ങനെയൊക്കെയാണ് പ്ലേസ്ഡ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്കിപ്പോൾ ഞാനൊരു ജോബ് നോക്കുന്ന ഒരാളാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിൻ്റെ മുന്നിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട് അല്ലേ. അതായത് ഇപ്പോൾ LinkedIn ആയിക്കോട്ടെ, Indeed, Naukri, ഇങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം അല്ലേ, ഒന്ന് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇവർക്ക് ഈ പറഞ്ഞ നമ്മൾ നോക്കുന്ന കുറേ കമ്പനീസ് ഉണ്ടാവും, ഇവർക്കൊക്കെ കരിയർ പേജ് ഉണ്ടാവും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള. നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പേജിൽ അക്കൗണ്ട് ഉണ്ടാക്കി അങ്ങനെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഇനി ഇതൊന്നും അല്ലാത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത്, ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ട് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, അവിടെ ഓപ്പണിങ് വരുമ്പം ആളുടെ അടുത്ത് നമ്മളെ എന്നെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പറയാം. ഇങ്ങനെ 3 മെത്തേഡ് ഉണ്ട്. അപ്പം ഞങ്ങളെപ്പോഴും ഫോക്കസ് ചെയ്യൽ റെഫറലിനാണ്. നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് റെഫറൽ പൂൾ സിസ്റ്റം തന്നെ ഉണ്ട്. അതായത് MEP ഫീൽഡിലുള്ള ആൾക്കാരുടെ ഒരു പൂളാണത്. അപ്പം അത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പൂളാണ്. അതായത് ഈ ഫീൽഡിൽ മാത്രമുള്ള, അതായത് ടോപ്പ് ലെയറിൽ നിൽക്കുന്ന, അതായത് മാനേജ്മെൻറ്റ് റോളിലും അതേപോലെ ഹയറിങ് റോളിലൊക്കെ നിൽക്കുന്ന HR-മാർ, അതേപോലെ അവിടുത്തെ ഡയറക്ടേഴ്സ്, അങ്ങനത്തെ ഒക്കെ ഉള്ള ആൾക്കാരായിട്ട് നമുക്ക് കണക്ഷൻ ഉള്ളതുകൊണ്ട് ഇപ്പം ഇവിടെ വരുന്ന ഓപ്പണിങ് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യും വരും. അപ്പം നമ്മളിപ്പോൾ ഒരാളെ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം ഒന്നുമില്ല, ഒക്കെ മാച്ചോ. അതായത് ഇപ്പം എനിക്കിപ്പോൾ ഒരാൾ എന്നെ റെഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ
ഞാൻ ആദ്യം നോക്കുക, ഞാൻ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അന്നെ അവിടെ എടുത്തു കഴിഞ്ഞാൽ ഈ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും അല്ല, അത് പേഴ്സണാലിറ്റി കൂടെ അല്ലേ. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചീത്തപ്പേര് എനിക്ക് ഉണ്ടാവും. അപ്പം ഞാൻ റെഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ അറിയുന്ന ഒരാളെ റെഫർ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പല ആൾക്കാരും റെഫർ ചെയ്യാത്തതും ഇങ്ങനത്തെ റെഫറൽ പൂൾ ആരും യൂട്ടിലൈസ് ചെയ്യാത്തതും അതാണ്. പക്ഷേ എനിക്ക് എന്ത് ചെയ്യുക, റെഫർ ചെയ്യുക. അതായത് എനിക്ക് ഒന്നും അറിയില്ല, പക്ഷേ ഈ 100% സ്കിൽ വൈസ് ഈ 100% ഓക്കെ ആണെന്ന് എനിക്കറിയുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യുക, റെഫർ ചെയ്യുക. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം, അത് കമ്പനീനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ സ്കില്ല് 100% എഫക്റ്റീവായിട്ട് ഡെലിവർ ചെയ്യുന്ന ഒരാളാണ് വേണ്ടത് അല്ലേ. അപ്പം ആ സാധനത്തിൽ അവർക്ക് ഒരു ഉറപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ അവരെടുക്കും. കാരണം കമ്പനീസിന് ഇപ്പം ഇല്ലാത്തൊരു കാര്യം എന്ന് വെച്ചാൽ, കിട്ടാത്തൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ എൻഷുർ ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങൾ പ്രോപ്പറായിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ട്. അതായത് ഇപ്പം ഇപ്പോൾ റെഫറൽ പൂൾ സിസ്റ്റത്തിലേക്ക് ഇപ്പോൾ ഒരാൾ ആവണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഫോളോ ചെയ്യുന്ന കുറച്ച് മെത്തേഡ് ഉണ്ട്. അതായത് ഞങ്ങളെ കോഴ്സ് മിനിമം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരാളാവണം. അതൊരു മെത്തേഡ്. കംപ്ലീറ്റ് ചെയ്ത ആളെന്ന് വെച്ചാൽ നമ്മൾ മിനിമം 3 പ്രൊജക്റ്റ് നമ്മൾ കംപ്ലീറ്റ്ലി സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങിയിട്ട് അതൊരു അഡ്വാൻസ് ലെവൽ വരെ എത്തുന്ന രീതിയിൽ എന്ത് ചെയ്യും, ഞങ്ങൾ ട്രെയിൻ ചെയ്യും. അത് ബേസിക് ലെവലുണ്ട്. അത് ഒന്നും അറിയാത്ത ഒരാളെ എക്സ്പേർട്ട് ആക്കുന്ന രീതിയിലാണ് നമ്മൾ കംപ്ലീറ്റ് കോഴ്സ് വരുന്നത്. അതിപ്പം ഞാൻ കോളേജ് പഠിച്ച് കഴിഞ്ഞ് ഒരു വർഷം ഗ്യാപ്പുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോളേജിൽ ചിലപ്പോൾ ഞാൻ മര്യാദയ്ക്ക് പഠിച്ചില്ല എന്നുണ്ടെങ്കിലും എനിക്കത് എന്ത് ചെയ്യാൻ പറ്റും, ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാം സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അപ്പം ആ ഒരു കോഴ്സ് നമ്മുടെ ഒരു ടൈം ഷെഡ്യൂൾ പ്രകാരം അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള എല്ലാ സ്ട്രക്ചറലി ആ ഒരു എല്ലാ സ്റ്റെപ്പും ഫോളോ ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ കോഴ്സ് കഴിയുമ്പം ആൾ 100% എക്സ്പേർട്ട് ആവും എന്നുള്ളൊരു കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട്. ആ രീതിയിലാണ് ഈ കോഴ്സ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവരെ റെഫർ ചെയ്യാൻ പറ്റും. പക്ഷേ ഞങ്ങൾ അങ്ങനെ റെഫർ ചെയ്യില്ല. ഞങ്ങൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് വെച്ചാൽ ഇവരെ കൊണ്ട് നമ്മളൊരു മോക്ക് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യിപ്പിക്കും. അതായത് നമ്മൾ എക്സ്പേർട്ട് ആയിട്ടില്ല, അപ്പോൾ നമ്മുടെ ഫീൽഡിലുള്ള ആൾക്കാരുടെ ഞാൻ കൂടുതലുള്ള പാർട്ട്നേഴ്സ് 3 ആളും ഈ ഒരു ഫീൽഡിൽ 7+ years ആയിട്ട് ഈ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കറിയാം ഒരു കമ്പനിയിൽ എങ്ങനെയുള്ള സ്കില്ലുകളാണ് അവർ നോക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കുന്നത്. കറക്റ്റ് ഇൻ്റർവ്യൂ ചെയ്ത് അവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവരെന്ത് ചെയ്യും, മോക്ക് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യും. അതൊരു 95% ഓക്കെ ആണെങ്കിൽ ഒരു സ്റ്റേജ്, അതായത് ഫസ്റ്റ് നമ്മൾ ആ പറഞ്ഞ കോഴ്സ് തീരണം. രണ്ടാമത്തെ സ്റ്റേജ് എന്നാൽ ഈ മോക്ക് ഇൻ്റർവ്യൂ പാസ്സാവണം. ഇനി മോക്ക് ഇൻ്റർവ്യൂ പാസ്സായതുകൊണ്ട് മാത്രം കാര്യമില്ല. കാരണം വെച്ചാൽ ഇത് ഫേക്ക് ചെയ്യാനൊക്കെ പറ്റും അല്ലേ. പക്ഷേ ഇതിലുപരി ഇവർ ഒരു കമ്പനി പോയി കഴിഞ്ഞാൽ ഒരു വർക്കായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ആ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഞാൻ പറഞ്ഞ കോഴ്സിൽ നമ്മൾ പഠിക്കുന്ന, അതായത് ഓട്ടോക്യാഡ്, റെവിറ്റ്, ആപ്പ്, മെക്കാൻ്റെ പൈപ്പ് സൈസർ, ഡെക്സൈസർ, ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. ഇത് ചെയ്യാൻ അറിയുമോ എന്നുള്ളത് നമ്മളൊരു സാധനം കൊടുത്താലേ നമുക്ക് അത് ചെയ്ത് തിരിച്ചു വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലേ, മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ എനിക്കൊരു വർക്ക് തന്ന്, ഇപ്പോൾ ഒരു ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ ഒരു വർക്ക് തന്ന്, അത് ഈ ചെയ്ത് എനിക്ക് അയക്കുമ്പം അത് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം അടിപൊളിയായിട്ട് ചെയ്തെന്നുള്ളത്. അതേപോലെ തന്നെയാണിത്. നമ്മളെന്ത് ചെയ്യും, ഇവർക്ക് എന്ത് ചെയ്യും വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊജക്റ്റ് കൊടുക്കും. അതായത് ഒരു പഠിച്ച സാധനം, അതായത് ഒരു 5 മണിക്കൂറൊക്കെ എടുത്തിട്ട് സാധാരണ ചെയ്യുന്നൊരു വർക്ക് ആയിരിക്കും. നമുക്കിപ്പോൾ എന്ത് ചെയ്യും, ഇവർക്കൊരു 3 മണിക്കൂർ ടൈം കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഒരു സംഭവം ഒരു എക്സാം പോലെ കറക്റ്റ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കും. അത് വെച്ചിട്ട് ഇവരെന്ത് ചെയ്യണം, ഈ ഒരു സോഫ്റ്റ്വെയർ പെർട്ടിക്കുലർ ഡിഫൈൻഡ് ആയിട്ടുള്ള സാധനം സ്കൂളിലൊക്കെ കമ്പ്യൂട്ടർ എക്സാം ഒക്കെ പോലത്തെ അതേപോലെ, പക്ഷെ അതിലും കുറച്ചുകൂടി ഒരു അഡ്വാൻസ് ലെവലായിരിക്കുന്നുള്ളൂ. അവർ കൊടുത്ത് ഇവരെന്ത് ചെയ്യും, അത് ചെയ്യും. അത് ചെയ്ത് നമ്മളത് വാലിഡേറ്റ് ചെയ്യുമ്പോൾ, ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അതായത് ഇവർ എത്രത്തോളം എക്സ്പേർട്ടാണ്, പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം ഒരു കമ്പനി പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് കമ്പനി ഒരു വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം അടിപൊളിയായിട്ട് ഇവർ ചെയ്യുന്നത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതാണ് 3ാമത്തെ സ്റ്റെപ്പ്. അതായത് ഈ 3 സ്റ്റെപ്പ് അത് നമ്മളൊരു എല്ലാത്തിൻ്റെ ഒരു മിനിമം കട്ട് ഓഫ് വെക്കും. 90 അല്ലെങ്കിൽ 95% ഇതായിരിക്കും കട്ട് ഓഫ് വെക്കേണ്ടത്. ഇത് പാസ്സായ ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 വർഷം അല്ലെങ്കിൽ 2 വർഷം, അതായത് നമ്മൾ എങ്ങനെയാണോ പ്രൊജക്റ്റ് സെറ്റ് ചെയ്തത് അത്രയും ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ നോളജ് അയാൾക്കുണ്ട് അല്ലേ. അപ്പം അങ്ങനെ ആവുന്ന സമയത്ത് ആ ഒരു എക്സ്പീരിയൻസ് വരുന്ന അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ഒരാളെ കമ്പനി റിക്വയർമെൻറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവരെ റെഫർ ചെയ്യാം. കാരണം ഇവർ സ്കിൽ വൈസ് ഓക്കെയാണ്. പിന്നെ നമുക്ക് വരുന്നത് മോക്ക് ഇൻ്റർവ്യൂ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഇവരെ കുറിച്ചുള്ള ധാരണ നമുക്ക് ഏകദേശം കിട്ടും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കത് നോക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ നമ്മളെ മുന്നിൽ പഠിച്ച് വളർന്ന ആൾക്കാരാണ്. അപ്പം അവരുടെ ഒരു ഏകദേശ നാച്ചർ എന്താണ് എന്നുള്ളൊരു കറക്റ്റ് ധാരണ നമുക്കുണ്ട്. അപ്പോൾ കൾച്ചറലി ഒരു അടിപൊളിയായിരിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞങ്ങൾ അവരെ ട്രെയിൻ ചെയ്ത് ആ രീതിയിലേക്ക് അവരെ മാറ്റും എന്നുള്ളതാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യുക, ധൈര്യമായിട്ട് ഇവരെ റെഫർ ചെയ്യുക. അവർ ക്രാക്ക് ചെയ്യും എന്നുള്ളതും അറിയാം. ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ 100% ഔട്ട്പുട്ട് ഡെലിവറി ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസും ഞങ്ങൾക്കുണ്ട്.
അപ്പം അതുതന്നെയാണ് ബാക്കി എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും മയോസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മളൊരു മെൻറ്റർഷിപ്പ് അല്ലെങ്കിൽ റെഫറൽ പൂൾ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അത് പ്രോപ്പറായിട്ട് ഇവരെങ്ങനെ ഗൈഡ് ചെയ്ത് നർച്ചർ ചെയ്ത് കൊണ്ടുവരിക. അപ്പം ഞാനിപ്പോൾ കോളേജ് പഠിച്ച സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് MEP ഫീൽഡിനെ കുറിച്ചൊന്നും അറിയില്ല. പക്ഷേ ആ സമയത്ത് ചിലപ്പം MEP ഫീൽഡ് ഇങ്ങനെയാണ് കറക്റ്റ് ഒരു ധാരണ എനിക്ക് കിട്ടിയെങ്കിൽ ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഇതിലേക്ക് നോക്കിയിരുന്നു. അത് പ്രോപ്പറായിട്ട് നമ്മൾ ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ടെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞു തരാനൊക്കെ ആളുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാ ഫീൽഡും അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം എൻ്റെ ഫീൽഡാണെങ്കിലും എനിക്ക് ഈ പറഞ്ഞ പോലെ സാധനങ്ങൾ പ്രോപ്പർ ഗൈഡ് കിട്ടുമ്പോൾ ഒരു ഇതാണ് നമുക്ക്. ഞാനാണെങ്കിലും ഫസ്റ്റ് ഒരു ഓൺലൈൻ കോഴ്സാണ് എടുത്തെങ്കിലും ഫുള്ളായിട്ടില്ല. പക്ഷെ ഞാൻ പിന്നെ യൂട്യൂബൊക്കെ നോക്കിയിട്ട് ഒരു ഗെയിംസും നല്ല അടിപൊളി യൂട്യൂബ് ചാനൽസ് ഒക്കെ നോക്കി തന്നെ പഠിച്ച. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ഇതുണ്ടാവും. നിങ്ങളിപ്പോൾ പറഞ്ഞില്ലേ, അതായത് ഈ മയോസിനെ മറ്റ് കമ്പനി വെച്ച് ഡിഫറെൻ്റ് ആക്കുന്നത് ഈ പ്ലേസ്മെൻറ്റ് പ്രൊസീജിയർ ആണെന്ന്. അതല്ലാതെ ഇപ്പോൾ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിഫറെൻ്റ് ആക്കുന്നത് മയോസിനെ? ഒരുപാട് സാധനമുണ്ട്. ഒന്ന് പ്ലേസ്മെൻറ്റിൻ്റെ കാര്യം പറയാം. ആ പ്ലേസ്മെൻറ്റിൻ്റെ സാധനം കൂടി ഞാൻ പറഞ്ഞതാണ്. അതിപ്പം നമ്മളൊക്കെ എന്തിനാണ് അൾട്ടിമേറ്റ്ലി നമ്മൾക്ക് ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സാലറിയിലുള്ളൊരു ജോബ് കിട്ടുക എന്നുള്ളതാണ് നമ്മൾക്ക് അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലേ? നമ്മളൊരു കോഴ്സ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന പാക്കേജാണ് ആക്ച്വലി നമ്മളെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പം ഞാനൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു 40,000 50,000 ഉറുപ്പ്യ കൊടുത്തിട്ടൊരു കോഴ്സ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിന് വർത്തായിട്ടുള്ള ഒരു സാലറി പാക്കേജിൽ എനിക്ക് കയറാൻ പറ്റണം. ഇപ്പം ഞാൻ കുറേ ആഡ് കണ്ടിട്ടുണ്ട്. അതായത് ഒരു ആഡ് കണ്ടത് അതെനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ചിരി വരിക. അതെന്ന് പറഞ്ഞാൽ മൂപ്പർ പറയുന്നൊരു സാധനം എന്താ അറിയോ, ഇവിടെ ലക്ഷങ്ങൾ 4-5 ലക്ഷം വാങ്ങിയിട്ട് ആൾക്കാർ 15,000 12,000 സാലറിയിലൊക്കെയാണ് ഓരോരുത്തരെ കയറ്റി കൊടുക്കുന്ന ഒരു സാധനം കണ്ട്. എന്നിട്ട് മൂപ്പർ ചെയ്തൊരു സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ കളിയാക്കിയിട്ട് എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ ഇറക്കി. അതായത് ഞങ്ങളിവിടെ വെറും 2.5 ലക്ഷം ഉറുപ്പ്യ മാത്രം വാങ്ങുന്നത്, എന്നിട്ട് ഞങ്ങൾ ആക്കി കൊടുക്കുന്നത് 25,000 ഉറുപ്പ്യ സാലറി ഉള്ളൊരു അതെ അങ്ങനത്തെ പാക്കേജിലാണ് കയറ്റി കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് കമ്പയർ ചെയ്യുമ്പം ഞങ്ങൾ വാങ്ങിക്കുന്ന ഫീസ് എന്ന് പറയുന്നതും അതേപോലെ ഞങ്ങൾ കൊടുക്കുന്ന ഒരു വാല്യൂ ഉണ്ടല്ലോ, അത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല. കാരണം അതിപ്പോൾ ഇവർ പറഞ്ഞല്ലോ 4 ലക്ഷം ഉറുപ്പ്യ ഫീസ് വാങ്ങിയിട്ട് ഒരു 25,000 സാലറിയിലാക്കി കൊടുക്കുന്നത്, അതിൻ്റെ 10-1 ഫീസ് മാത്രം വാങ്ങിയിട്ട് ഞങ്ങളാക്കി കൊടുക്കുന്നത് ഒരു കൊടുക്കുന്ന ഫീസിനേക്കാട്ടും കൂടുതലുള്ള സാലറി പാക്കേജിലേക്കാണ് ആക്കി കൊടുക്കുന്നത്. അതായത് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളിവിടെ ഏറ്റവും ഫ്രഷറായിട്ടുള്ള ആൾ കാത്തിമല്ലാമിയിൽ കയറിയിട്ടുള്ളത് 5.15 LPL ആണ് കയറിയത്. അതായത് ആ സാലറി പാക്കേജ് ആവറേജ് അല്ല, ഏറ്റവും ലോവസ്റ്റ് പാക്കേജ് 5.15. ആൾ ഇവിടെ തന്ന ഫീസ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് കിട്ടിയതിൻ്റെ 10% ഉള്ളൂ, അത് മനസ്സിലാക്കണം. പക്ഷെ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പം മറ്റേ ടീമിനെ വെച്ച് നോക്കുമ്പം അവിടെ സ്പെൻഡ് ചെയ്ത ഫീസിൻ്റെ എത്രയാണ് അത്ര പോലും അവർക്ക് പാക്കേജ് കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പം ബാക്കിയുള്ളവരുടെ നിന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഞങ്ങൾ പ്ലേസ്മെൻറ്റ് തന്നെയാണ്. ഞങ്ങൾ പ്ലേസ്മെൻറ്റിൻ്റെ ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഞങ്ങൾ ഫുള്ള് MNC ആണ് ഫോക്കസ് ചെയ്യുന്നത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാനൊക്കെ ആണെങ്കിലും കോഴ്സ് കഴിഞ്ഞിട്ട് എനിക്കറിയാം, അതായത് നല്ലൊരു കമ്പനി കിട്ടിയാലേ നമുക്ക് ബാക്കി അവിടെ നിന്ന് അങ്ങോട്ടുള്ള പ്രോസസ്സ് ഭയങ്കര ഈസി ആവുള്ളൂ. അതിപ്പോൾ അൾട്ടിമേറ്റ്ലി ഇപ്പം ഞാനൊരു കമ്പനി കയറി കഴിഞ്ഞാലും ഞാൻ കാലാകാലം ആ കമ്പനിയിൽ നിൽക്കുക എന്നുള്ളതല്ല, ഡെഫിനറ്റ്ലി മാറും. അതായത് ഒന്നെങ്കിലും എന്താ ആ കമ്പനിയിൽ നിൽക്കാം, പക്ഷേ ആ കമ്പനി പ്രോപ്പറായിട്ടുള്ളൊരു ഗ്രോത്ത്, അതേപോലെ നമുക്ക് പഠിക്കാനുള്ളൊരു ഓപ്ഷൻ, അതേപോലെ നല്ലൊരു പാക്കേജ് വർഷം നമുക്ക് ഓഫർ ചെയ്യാണ്, പുതിയ ഇൻസെൻറ്റീവ് ഹൈക്ക് കാര്യങ്ങളൊക്കെ തരാനുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവിടെ നിൽക്കാം. അതേ സ്ഥാനത്ത് ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ കമ്പനിയിൽ നിൽക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. മാക്സിമം ഞാൻ പറയാം ഒരു 1.5-2 വർഷം കഴിയുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഡെഫിനറ്റ്ലി സ്വിച്ച് ചെയ്യണം. അങ്ങനെ സ്വിച്ച് ചെയ്യുമ്പോഴേ നമുക്ക് ആ ഒരു മാർക്കറ്റിനെ കുറിച്ചുള്ളൊരു ഐഡിയ മനസ്സിലാവും. നമുക്ക് ആ മാർക്കറ്റിൽ ഇത്ര വാല്യൂ ഉണ്ട് എന്നുള്ളതും നമ്മൾ ഇതിനേക്കാളും പൈസ വാങ്ങാൻ ഏബിളാണ് അല്ലെങ്കിൽ കാപ്പബിൾ ആണ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ളൊരു കാൻഡിഡേറ്റ് ആണെന്നുള്ളത് നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ റിയലൈസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഓഫർ കിട്ടും. ഇപ്പോൾ നല്ല ഓഫർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ പോവാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ആ ഓഫർ തന്നെ എന്ത് ചെയ്യുക, ഇപ്പം നമ്മൾ നിൽക്കുന്ന കമ്പനിയിൽ പറഞ്ഞിട്ട് എന്തെങ്കിലും ഇങ്ങനെ ഒരു ഓഫർ ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ലൊരു പാക്കേജ് അല്ലേ, ഒട്ടുമിക്ക കമ്പനി അത് മാച്ച് ചെയ്ത് കൊടുക്കും. കാരണം നമ്മൾ സ്കിൽഡ് ആണെന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തൊരു സാധനമാണ്. അപ്പം അങ്ങനെ ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരാൾ കമ്പനിയിൽ നിന്ന് പോകുക പറഞ്ഞാൽ കമ്പനിക്ക് നഷ്ടമാണ്. കാരണം അങ്ങനത്തെ ഒരാളെ അതുപോലത്തെ ഒരാളെ പിന്നെ കമ്പനിക്ക് കിട്ടുക തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ ഒരു എക്കോസിസ്റ്റത്തിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളെ പിന്നെ അതേപോലെ പുതിയൊരാളെടുത്ത്
ട്രെയിൻ ചെയ്ത് ഈ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ കമ്പനിക്ക് ഒരുപാട് എഫേർട്ട് ഉണ്ട്, ടൈം നഷ്ടമാണ്, പൈസ കൊണ്ട് ട്രെയിനിങ് വൈസ് നോക്കുകയാണെങ്കിൽ നഷ്ടമാണ്. ഒരാളെ ഹയർ ചെയ്യാൻ തന്നെ നല്ലൊരു കോസ്റ്റ് വരും. ഇങ്ങനത്തെ ഒരാളെ ഹയർ ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ചിലപ്പം 100-200 ആൾക്കാരെ ചിലപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ട ഒരു ഇൻ്റർവ്യൂ ചെയ്ത് ആ ഒരു പ്രോസസ്സ്, അത് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഒക്കെ നഷ്ടം തന്നെയല്ലേ. അത് വെച്ച് നോക്കുമ്പം ഈ പൈസ അവർക്ക് കൊടുക്കുന്ന ഹൈക്ക് തന്നെ ഇതിൻ്റെ ചിലപ്പോൾ പകുതിയൊക്കെ വരുന്നുണ്ടാവുള്ളൂ, അത്രയും ഉണ്ടാവില്ല. പക്ഷെ അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ നടക്കുന്നത്. അപ്പോൾ പൊതുവെ നമ്മൾ ജമ്പ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങൾ നോക്കിയിട്ട് ഈ രീതിയിൽ നമുക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ ഒന്നുകിൽ ജമ്പ് ചെയ്യുക അല്ലെങ്കിൽ അവിടെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതിപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളെ ഇവിടെ മയോസിന്നാണെങ്കിലും പ്ലേസ്ഡ് ആയി പോണ ആൾക്കാർ എന്ന് പറയുമ്പോൾ അവരൊക്കെ വലിയ വലിയ MNCസിലൊക്കെ ആണല്ലോ പോകണത്. അപ്പോൾ അവിടെ ഇപ്പോൾ എന്തായാലും നല്ല പാക്കേജ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങളിപ്പോൾ പാക്കേജിൻ്റെ ഇതന്നെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് പാക്കേജ്, ഹയസ്റ്റ് പാക്കേജ് നോക്കുമ്പോൾ എങ്ങനെയൊക്കെ വരിക? അപ്പോൾ ഇതുവരെ ഉള്ളൊരു ഡാറ്റ വെച്ചിട്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്തുള്ളൊരു ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് പാക്കേജ് എന്ന് പറഞ്ഞത് 5.15 ആണ്. അപ്പം എന്നുവെച്ചാൽ ഇതുവരെ ഉള്ളതിൽ MNCയിൽ കയറിയ ആൾക്കാരുടെ LPA, അതായത് അവർക്ക് കിട്ടിയ പാക്കേജിൽ ഏറ്റവും ലോവസ്റ്റ് ആണ് 5.15 എന്നത്. ഇനിയിപ്പോൾ അതൊരു ആവറേജിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അന്നത്തെ നമ്പേഴ്സ്, അതായത് അവർക്ക് കിട്ടിയ പ്ലേസ്മെൻറ്റിൻ്റെ LPA വെച്ചിട്ടുള്ളൊരു ആവറേജ് എന്ന് പറഞ്ഞാൽ 8.67 ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതെന്തായി മാറിയിരിക്കുന്നത്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റീസെൻ്റായിട്ട് കുറേ പേര് 10 LPAക്ക് 2 ആൾ പ്ലേസ്ഡായി, ഒരാൾ 16 LPAക്ക് പ്ലേസ്ഡായി, അതേപോലെ 6ന് പ്ലേസ്ഡ് ആയ ആളുണ്ട്, 7ന് പ്ലേസ് ആയ ആളുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഗ്രാജുവലി ആ ഒരു ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞത് കൂടും. ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നത് 9.5ൻ്റെ അടുത്തെങ്ങാണ്ട് എത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും ഹയസ്റ്റ് പാക്കേജിൽ കയറിയ ആളുടെ LPA എന്ന് പറയുന്നത് 30 LPA ആണ്, 30 ലക്ഷം. അതാണ് ആൾ ഈ പറഞ്ഞ പോലെ ഈ ഒരൊറ്റ കോഴ്സ് ചെയ്തിട്ടാണ് ആൾ ആ ഒരു പാക്കേജിലേക്ക് കയറിയത്. ആൾക്ക് ബേസിക്കലി ചെറിയൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, എക്സ്പീരിയൻസ് പ്ലസ് സ്കില്ലാണ് ആയപ്പോൾ ആൾ എന്ത് ചെയ്ത് ആ ഒരു പാക്കേജിലേക്ക് ആൾ മാറിയത്. കാരണം നമുക്ക് ഏതൊരു ഇൻഡസ്ട്രിയിലാണെങ്കിലും സ്കില്ലുള്ള ആൾക്കാർക്ക് എന്താ പറയുക, കമ്പനിക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഈ പറഞ്ഞ സാധനം പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അത് തന്നെയാണ്. ഏത് ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിലും നമ്മൾ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പൈസ ചിലവാക്കിയാലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ചിലവാക്കുന്ന പൈസ എന്ന് പറഞ്ഞത് ചിലപ്പം 10 ടൈംസ് അല്ലെങ്കിൽ 100 ടൈംസ് ആയിട്ടായിരിക്കും നമുക്ക് റിട്ടേൺ വരിക. ഇപ്പോൾ ജോബ് ജമ്പ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഓനെനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 15-12 ഇടയ്ക്കിട്ടേനു ഓൻ്റെ പാക്കേജ്, ഓൻ വർക്ക് ചെയ്യണ ആ കമ്പനിയിലുള്ള പാക്കേജ് ഒറ്റയടിക്കാണ് 30ലേക്ക് മാറിയത്. പക്ഷേ ദുബായ് ബേസ്ഡ് കമ്പനിയാണ്, പക്ഷേ അതിൻ്റെ ഒരു ഹൈക്ക് നോക്കണം, ഏകദേശം നിയർലി 200% അടുത്താണ് ഹൈക്ക് വന്നത്. അതെന്തുകൊണ്ടാണ്? ആൾ സ്കില്ലിൽ അപ്ഡേറ്റഡ് ആയി, എക്സ്പീരിയൻസിന് അതിനനുസരിച്ച് റെലവൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസും ആൾക്കുണ്ട്. അപ്പം അങ്ങനെ വരുമ്പം ആൾക്ക് കിട്ടും എന്നുള്ളത് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അത് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ വെറുതെ ഒരു കോഴ്സ് എവിടെന്നെങ്കിലും ചെയ്തുകൊണ്ട് എന്ത് കിട്ടൂല, ഒരു കാര്യം നമുക്കൊരു സംഭവം കിട്ടണമല്ലോ. മനസ്സിലായില്ലേ? ഉപകാരമുള്ള രീതിക്ക് ഒരു സാധനം കിട്ടും. അതെ, അതിപ്പം ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഫുഡിൻ്റെ കാര്യം വെച്ച് പറഞ്ഞുതരാം. അതായത് ഇപ്പം നമ്മളെ സംബന്ധിച്ചോളം നമുക്കിപ്പോൾ ഒരു ബിരിയാണി ഉണ്ടാക്കുക, ഒരു 4 ആൾക്ക് അല്ലെങ്കിൽ ഒരു 5 ആൾക്ക് ബിരിയാണി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ളൊരു കൂട്ട് നമ്മൾ റെഡിയാക്കിയിട്ട് ഉണ്ടാക്കും. അത് ചിലപ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം വേണമെങ്കിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാലും ഒരേ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പക്ഷെ അതേ സ്ഥാനത്ത് എന്നോട് പറയാം ഒരു 100 ആൾക്ക് അല്ലെങ്കിൽ 200 ആൾക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാധാരണ ചെയ്യുന്നുണ്ടാവുക 5 ആൾക്ക് ഇത്ര ആണെങ്കിൽ 100 ആൾക്ക് ഇത്ര ആയിട്ട് ചെയ്യും, കണക്കൂട്ടും. പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അട്ടർ ഫ്ലോപ്പ് ആവും, പാളും എന്നുള്ളത് ഉറപ്പാണ്, കിട്ടൂല. ഇതേപോലെ തന്നെയാണ് ഇപ്പം MEPൻ്റെ ഒരു ഫീൽഡ് വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ നമുക്ക് അറിയുന്ന നോളജ് എന്ന് പറഞ്ഞാൽ ചിലപ്പം 1 സ്റ്റോറീഡ് ബിൽഡിംഗ് അല്ലെങ്കിൽ 2 സ്റ്റോറീഡ് ബിൽഡിംഗ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ അതേ സ്ഥാനത്ത് ഒരു 40 സ്റ്റോറീഡ് അല്ലെങ്കിൽ 50 സ്റ്റോറീഡ് അല്ലെങ്കിൽ മൾട്ടി സ്റ്റോറീഡ് വലിയ വലിയ നമ്പേഴ്സ് വരുന്ന അത്രയും ഫ്ലോർ വരുന്ന ഒരു സാധനം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെയ്യുന്ന പോലെ അല്ല ചെയ്യേണ്ടത്. അതിന് എക്സ്പീരിയൻസ് വേണം. അത് ചെയ്തിട്ട് അത് എങ്ങനെ പ്ലാൻ ചെയ്യണം, എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം, അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അത് ചെയ്ത ആൾക്കാരെ ഒക്കെ അതിൽ എക്സൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇതിലെന്ന് വെച്ചാൽ അത് ചെയ്തിട്ടുള്ള ഒരു സ്കില്ലും വേണം, എക്സ്പീരിയൻസും വേണം. അതാണ് ആക്ച്വലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്ന കോഴ്സിലെ കണ്ടൻ്റ് ആണെങ്കിലും ആ രീതിയിൽ സ്കില്ലിനെ പോളിഷ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് കണ്ടൻ്റാണ്. കണ്ടൻറ്റ് മാത്രമല്ല ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ പഠിപ്പിക്കുക. ആ പഠിപ്പിക്കുന്നതിന് തിയറി ആയിരിക്കും അത് കംപ്ലീറ്റ്ലി. പക്ഷേ തിയറിനേക്കാൾ ഞങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രാക്ടിക്കലാണ്. ഈ സാധനം ചെയ്ത് പഠിക്കുമ്പോഴാണ് നമ്മൾ അതിൽ എക്സ്പേർട്ട് ആവുക.
ഇപ്പം വേറൊരു എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞത്, അതായത് ഇപ്പം ഡ്രൈവിങ്ങിൻ്റെ ഒരു കേസ് ഞാൻ പറയാ വെച്ചോ. ഇപ്പം ഇപ്പോൾ എൻ്റെ പാപ്പൻ്റെ കൂടെ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ചിലപ്പോൾ ഈ പോകുന്നുണ്ടാവും, അല്ല കാറിൽ പോകുന്നുണ്ടാവും, പക്ഷെ എനിക്ക് ഡ്രൈവിങ് അറിയില്ല. പക്ഷെ ആൾ ഡ്രൈവ് ചെയ്യുന്നത് കണ്ടിട്ടോ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടോ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും എന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടോ? കണ്ടിട്ട് തോന്നും. പക്ഷെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റൂല. കാരണം ഇതിൽ വേറെ ഒന്നുമില്ല, റോക്കറ്റ് സയൻസ് കാര്യങ്ങളൊന്നുമില്ല. നമുക്കറിയാം ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ, ഗിയർ, സ്റ്റിയറിംഗ്, ഈ 5 സാധനം ഉള്ളൂ. പക്ഷേ ഈ 5 സാധനം ഉള്ളൂ എന്ന് പറഞ്ഞാലും ഇതൊരു എക്സ്പേർട്ട് ലെവലിൽ ഇത് റോഡ് മേൽ ഓടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓടിച്ചെന്നെ എന്ത് ചെയ്യണം, എയിം ആവണം. അതേപോലെ തന്നെയാണിത്. നമ്മുടെ സ്കില്ല് നമ്മൾ പഠിച്ചെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ തിയറി മൊത്തം നമുക്ക് അറിയാമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഫീൽഡിൽ എക്സൽ ചെയ്യാൻ പറ്റില്ല. ഇത് ചെയ്ത് നമ്മൾ എന്താണ് എക്സ്പെർട്ട് ആണ്. ഇന്റേതാണെങ്കിലും വർക്കിന്റെ ആണെങ്കിലും ഇപ്പൊ പറഞ്ഞല്ലോ, തമാശക്കാണെങ്കിലും പറഞ്ഞല്ലോ, ഫസ്റ്റ് വർക്കൊക്കെ ഫ്ലോപ്പ് ചെയ്തു. അതുള്ള തന്നെ കേട്ടോ. പിന്നെ 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 ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ മാറ്റം വരുന്നുണ്ടല്ലോ. പിന്നെ നിങ്ങൾ പറയല്ലോ സ്പെല്ലിംഗ് കറക്ഷൻസ് അല്ലാതെ ബാക്കി ഡിസൈനിലൊക്കെ നിങ്ങൾ പറയല്ലോ അത് കുഴപ്പമില്ല, അത് രസമുണ്ട്. പിന്നെ ഇല്ലെങ്കിൽ എനിക്ക് സജഷൻ തരുമ്പോഴും എനിക്കൊരു സുഖമാണ് മാറ്റം വരുത്താൻ. അതന്നെയാണ് ഇതിന്റെ ഒരു സംഭവം. നല്ലൊരു ഇതാണ്, പ്രാക്ടീസ് തന്നെയാണ്. അതന്നെയാണ് ശരിക്കും ഞങ്ങളും ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഇനീഷ്യലി ഞാൻ എൻ്റെ അടുത്തൊരു വർക്ക് തരുന്ന സമയത്ത് എനിക്ക് വർക്ക് ഔട്ട്പുട്ടായിട്ട് തരും. അപ്പോൾ അതിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും ഇഷ്ടമായി ഉണ്ടാവില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യില്ല വെച്ചാൽ ഞാൻ അങ്ങനെ ഇതുവരെ എനിക്ക് ഇഷ്ടമായില്ല എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ. പല രീതിയിലും ചിലപ്പം ഇതൊന്ന് മാറ്റി മാറ്റി അങ്ങനെ ഉണ്ടാവും എന്ന് വെച്ചിട്ട് എന്നോട് ഇങ്ങനെ ചോദിക്കും. അപ്പം അങ്ങനെയാണ് കൊണ്ടുവന്നത് അല്ലേ. അതായത് എൻ്റെ അടുത്ത് ഇങ്ങനെ കറക്റ്റായിട്ട് എന്നെ ഒരു ഗൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു തരാൻ ഒരാളുണ്ടാവും. അതിൽ എനിക്ക് കുറേ കൂടെ ഈസി ആവും കാര്യങ്ങൾ, സ്കില്ല് പഠിക്കുക. ഇതേ മെത്തഡാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. അതായത് ഞങ്ങൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു മിനിമം ലെവലിലുള്ള ഒരു പ്രൊജക്റ്റ് കൊടുക്കും. എന്ത് ചെയ്യും, അത് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. തിയറി ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും, ഇവരെ കൊണ്ട് ചെയ്യിക്കും. അപ്പോൾ ചെയ്യിക്കുന്നത് നമ്മൾ ഇവിടെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഈ ഫീൽഡിലുള്ള മെൻറ്റേഴ്സ് തന്നെയാണ് ആക്ച്വലി ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇവരെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ ഇത് ചെയ്തത് കറക്റ്റാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവരാണ് നോക്കുന്നത്. അപ്പം നോക്കുന്ന സമയത്ത് കുറേ പ്രശ്നങ്ങളുണ്ടാവും. അതെന്ത് ചെയ്യും, ഇങ്ങനെ 1 by 1 ആയിട്ട് വളരെ കാമായിട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കും അത് മനസ്സിലാവും, ഗ്രാസ്പ് ചെയ്യാനും ഭയങ്കര ഈസിയാണ്. അവരും തെറ്റ് ചെയ്തിട്ട് അവർ പഠിക്കും. അങ്ങനെ തെറ്റിലൂടെ പഠിച്ചൊരു സാധനം ഒരിക്കലും മറന്നുപോകില്ല എന്നുള്ളതാണ്. പിന്നെ ചെയ്തൊരു സാധനം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഒരാളോട് പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും. അതായത് ഇപ്പം ഞാൻ ചെയ്തൊരു സാധനം, ഇപ്പം എക്സാമ്പിൾ ഇപ്പം ഡ്രൈവിങ്ങിൻ്റെ ഒരു സാധനം തന്നെ ഞാൻ നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പം വേറെ ഒരു ബുക്കോ ഒരു ഗൈഡോ ഒന്നും നോക്കാതെ എനിക്ക് എന്ത് ചെയ്യാം, പറഞ്ഞു കൊടുക്കുക. അതായത് ആദ്യം ഇതാണ് ചെയ്യേണ്ടത്, ഇത്ര സ്പീഡാകുമ്പോൾ അല്ലെങ്കിൽ ഇത്ര RPM ആകുമ്പോൾ ഇന്ന ഗിയറിലേക്ക് മാറ്റണം. അതിപ്പോൾ ഞാനാണെങ്കിലും കാർ ഓടിക്കാൻ പോയിട്ടുണ്ട്, ഫ്രണ്ടിനോട് പോയിട്ടുണ്ട്. ഓനാണെങ്കിലും കുറെ ചീത്തൊക്കെ പറയും, അത് വേറെ കാര്യം. എന്നാലും പറഞ്ഞുതരും, ഇതാണ് അതാണ്, അങ്ങനെ ഒടുക്കി ഇങ്ങനെ ഒടുക്കി എന്ന് പറയും. അത് തന്നെയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ആ ഫസ്റ്റത്തെ 2 ദിവസം പോയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. ഇപ്പം ഞാൻ അങ്ങനെ ഓരോ പറയും, നമുക്ക് ഇനി പോകണം കേട്ടോ, എന്നാലേ എനിക്ക് സെറ്റ് ആവുള്ളൂ, ലൈസൻസ് എടുക്കണം, അങ്ങനത്തെ ഭയങ്കര ക്രേസാണ്. അതാണ് ഒരു പറഞ്ഞു തരുമ്പോൾ നമുക്കൊരു ഇതാണ്. ചീത്ത കേട്ടാലും വേണ്ടിയില്ല, പക്ഷെ നമുക്ക് പഠിക്കണം എന്നുള്ള ഒരു അതാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞു വെച്ചപ്പോൾ എനിക്ക് തോന്നുന്നു. എനിക്ക് പറഞ്ഞ പോലെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ സാധനം ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമ്മൾ ഒരു സാധനം നമ്മൾ പഠിക്കുമ്പം നമ്മൾ എന്ത് വെച്ചാൽ വേറെ ടെൻഷനൊന്നുമില്ല, ഈ ചങ്ങായി ചീത്ത അറിയാണോ എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഒന്നും നമുക്ക് ഉണ്ടാവില്ല. അങ്ങനെ കൂളായിട്ട് നമ്മളിങ്ങനെ എന്ത് തെറ്റാണെങ്കിലും അത് തെറ്റ് പറഞ്ഞാൽ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അതേ ഒരു കൾച്ചർ തന്നെയാണ് ഇവിടെയും. ഇവിടെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ കാര്യങ്ങളെല്ലാം അപ്രോച്ച് ചെയ്യുന്നതും. ആദ്യം ആൾ ഇവിടെ വന്നാൽ തന്നെ നമ്മൾ ആ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ഡൗട്ടാണെങ്കിലും എന്ത് പൊട്ട തെറ്റാണെങ്കിലും അവർക്ക് എന്ത് ചെയ്യുക, ചോദിക്കാനുള്ളൊരു ഫ്രീഡം നമ്മൾ ആദ്യം കൊടുത്താണ്. നമ്മളെ വെച്ചിടത്തോളം ഒരു ചോദിക്കാൻ വേണ്ടിയത്. അപ്പോൾ ഒരു ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഭയങ്കര ഈസി ആയിട്ട് കൂൾ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പം അവർക്കും അത് ഗ്രാസ്പ് ചെയ്യാനും കുറച്ചുകൂടെ ഭയങ്കര ഈസി ആയിരിക്കും. അതാണ് ബാക്കിയുള്ളവർ ഞങ്ങളെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് അത് തന്നെ കേട്ടോ. ഇതിപ്പോൾ നമ്മൾ പാക്കേജിൻ്റെ ഇതൊക്കെ പറഞ്ഞു. പിന്നെ ഇപ്പോൾ നമ്മൾ ക്ലാസ്സിന് നോക്കുകയാണെങ്കിൽ തന്നെയല്ലേ, നിങ്ങളിപ്പോൾ 2 ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ, ഓൺലൈനും ചെയ്യുന്നുണ്ട്, ഓഫ്ലൈൻ ചെയ്യുന്നു. ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഏതാണ് എഫിഷ്യൻ്റ് ആയിട്ടൊക്കെ തോന്നിയത്? അത്യാവശ്യം ഇപ്പം ഇതിൽ എഫിഷ്യൻസിൻ്റെതല്ല, ഞങ്ങളിപ്പോൾ ഇപ്പോൾ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഞങ്ങൾ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ പ്രൊജക്റ്റ് ചെയ്യിക്കുന്നതിനാണ്. ഈ സാധനം ചെയ്യുന്നതിലാണ് അൾട്ടിമേറ്റ്ലി നമ്മൾ അതിലൊരു എന്താ പറയുക, ഒരു സ്കില്ല് ഡെവലപ്പ് ആവുന്നൊരു സാധനം. ഈ തിയറി എന്ന് പറയുന്നത് ഇപ്പം ഞാനിപ്പോൾ ഡയറക്റ്റ് പറയുന്ന പോലെ ഇവിടെ ക്ലാസ്സിൽ എല്ലാവരും ഇരുന്നിട്ട് എന്ത് ചെയ്യുക, അങ്ങനെ വേണമെങ്കിൽ എനിക്ക് പഠിപ്പിക്കാം. അങ്ങനെ പഠിപ്പിക്കുകയാണെങ്കിലും ഞാൻ പഠിപ്പിക്കുന്നത് എന്താണ്, സോഫ്റ്റ്വെയർ ആണ് പഠിപ്പിക്കുന്നത് അല്ലേ. അതെനിക്ക് എന്തിലേ ചെയ്യാൻ പറ്റുള്ളൂ,
ഈ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറയാം, അതായത് എന്നാ ലാപ്ടോപ്പ് ഇതാ ഇതിങ്ങനെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കാണിച്ചിട്ട് വിചാരിച്ചോ, ഇത് കാണുമ്പോൾ ഒരു ഡിസ്റ്റൻസിൽ നിന്ന് നോക്കുന്ന ഒരാളെ വെച്ചിട്ട് അത് പ്രോപ്പറായിട്ട് ചിലപ്പോൾ ചില സാധനങ്ങളൊന്നും കാണുന്നുണ്ടാവില്ല. അപ്പം ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ഈ സാധനം പഠിപ്പിക്കാൻ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോം തന്നെയാണ്. കാരണം നമുക്ക് ഈ നമ്മുടെ കംപ്ലീറ്റ് സ്ക്രീൻ നമുക്ക് എന്ത് ചെയ്യാം, സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ആ ഒരു ഫുൾ ഇൻ്റർഫേസ് വരുന്ന രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇതിൽ മെയിൻലി എന്താണ് നമ്മൾ നോക്കണപ്പോൾ, നമ്മളിപ്പോൾ ഒരാൾക്കൂടെ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾ നോക്കുന്നത് സ്ക്രീനിലേക്കാണ്, പിന്നെ അവിടെ കേൾക്കുന്ന സാധനമാണ് അല്ലേ, വോയിസ് മാത്രമേ അവിടെ ഇതുള്ളൂ. കാരണം ആളെ ഫേസിലേക്ക് നമ്മൾ വല്ലാതെ നോക്കണില്ല, നമ്മൾ ഈ സ്ക്രീനിലേക്ക് മാത്രം. അതേ മെത്തേഡ് തന്നെയാണ് ഞങ്ങൾ ഫോളോ, അതായത് കംപ്ലീറ്റ്ലി നമ്മൾ ലൈവായിട്ടാണ് ക്ലാസ് കൊടുക്കുന്നത്, ലൈവായിട്ടും കൊടുക്കുന്നുണ്ട്, റെക്കോർഡഡ് വേർഷൻ ഉണ്ട്. ഈ സെയിം കണ്ടൻറ്റ് സെയിം രീതിയിലുള്ള സംഭവമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പല രീതിയിലുള്ള ആൾക്കാരുണ്ടാവും, അതായത് ഇപ്പം ഓൾറെഡി ഇപ്പോൾ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് പഠിച്ച് പെട്ടെന്ന് ജോബിലേക്ക് കയറണം. അപ്പോൾ നമ്മളിപ്പം ഈ 3 month സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത്രയും ടൈം ഡ്യൂറേഷൻ എടുക്കും അല്ലേ. അപ്പോൾ ഈ ഒരു ടൈം ഡ്യൂറേഷനിൽ ചിലപ്പം ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രോജക്റ്റ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടാവുള്ളൂ. അതേ സമയത്ത് കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു 10 to 6 നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന പോലെ ഇരുന്ന് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1.5 മാസം കൊണ്ട് അല്ലെങ്കിൽ 2 മാസം കൊണ്ടൊക്കെ ആൾക്ക് എന്ത് ചെയ്യാം, 3 പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം എഫക്റ്റീവ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും എഫക്റ്റീവാണ്. പക്ഷേ ഞങ്ങൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും നമ്മൾ അവരെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നതും ഓൺലൈനിൽ ക്ലാസ് കണ്ട് അവരുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ അവർ മുന്നോട്ട് പോകുന്നുള്ളതാണ്. പക്ഷേ ഇതിൽ തന്നെ 2 കേസ് ഉണ്ട് കേട്ടോ. അതായത് ഇപ്പം ഓഫ്ലൈനായിട്ട് നമ്മൾ ക്ലാസ്സുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി ഓൺലൈനാണ് വരിക. അതായത് തിയറി പാർട്ടിന് ഞങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതുകൊണ്ട് അത് അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇനിയിപ്പം പ്രൊജക്റ്റ് ബേസിലേക്ക് വരുന്ന സമയത്ത് ഇവർക്ക് 2 ഓപ്ഷൻ ഉണ്ട്. അതായത് ഒന്നെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പുറത്തുള്ള കമ്പനി അയച്ചോ, അവർ ചിലപ്പം വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ആ കമ്പനിയിൽ പോകണില്ല അല്ലേ. അതായത് ഇവർ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു സ്പേസ് എടുത്തിട്ട് അവിടെയൊക്കെ ആയിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പം റിമോട്ട്ലിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ആ ഒരു കൾച്ചർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് 10 to 11 അല്ലെങ്കിൽ 11:30 ടൈം ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഏത് കമ്പനിയിൽ കയറി കഴിഞ്ഞാലും ഫസ്റ്റ് ഒരു ഇനീഷ്യൽ സ്റ്റാൻഡപ്പ് മീറ്റിംഗ് ഉണ്ടാവും. ആ മീറ്റിങ്ങിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ A to Z കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. കാരണം ഇതൊന്നും ആരും റിപ്പീറ്റ് ചെയ്തിരുന്നില്ല. നമുക്ക് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ കുറേ മാറ്റങ്ങൾ വരുത്താനൊക്കെ ഉണ്ടാവും. അതേപോലെ നമ്മൾ ഈ ഒരു 10 to 11 ക്ലാസ്സിന് സ്റ്റാൻഡപ്പ് മീറ്റിങ്ങിന് ഇക്വാലൻ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കാരണം ഇതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയും, അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ ഇവർക്ക് എന്ത് ചെയ്യും, ആഫ്റ്റർ ദ ക്ലാസ് ചെയ്യാൻ കൊടുക്കും. അപ്പം 10 to 11 സെഷൻ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ്ലി ഈ ഒരു പ്രൊജക്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ പ്രൊജക്റ്റ് ചെയ്യുക, അതായത് 11 to 6 വരെ ഒരു കമ്പനിയിൽ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് ആ രീതിയിൽ വർക്ക് ചെയ്യുക. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഡൗട്ട് വന്നു കഴിഞ്ഞാൽ അവരെങ്ങനെ ഡൗട്ട് ക്ലിയർ ചെയ്യുക എന്നുള്ളൊരു സംഭവം വരും. അപ്പോൾ ഞങ്ങൾ എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കമ്പനിയിൽ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് ആ ഒരു കൾച്ചറാണ് ഞങ്ങൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇപ്പോൾ കമ്പനിയിൽ പോയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അല്ലേ. അപ്പോൾ എൻ്റെ മാനേജർ എന്ന് പറയുന്നത് ചിലപ്പം എല്ലാ സമയത്തും ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ അപ്പം പോയി ചോദിക്കാൻ ചിലപ്പോൾ ആൾ ചിലപ്പോൾ അവൈലബിൾ ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ അവിടെ പ്രോപ്പറായിട്ട് ഷെഡ്യൂൾ ചെയ്തൊരു മീറ്റിംഗ് വെച്ച് ആളെടുത്ത് ചോദിക്കണം അല്ലേ. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഞങ്ങളും ചെയ്യുന്നത്. അതായത് നമുക്കിവിടെ ഡൗട്ട് ചോദിക്കാൻ നമുക്ക് മെൻറ്റേഴ്സ് ഉണ്ട്, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മെൻറ്റേഴ്സ് ഉണ്ട്. പക്ഷേ അവർ അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ എങ്ങനെയാണോ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുക. അതായത് ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, അവർക്ക് പ്രോപ്പറായിട്ട് മെയിൽ അയച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇഷ്യൂ റൈസ് ചെയ്തിട്ട് അതായത് ടിക്കറ്റ് റൈസ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഇവരുടെ അടുത്ത് മെസ്സേജ് അയച്ചിട്ട് പ്രോപ്പറായിട്ട് ടൈമിങ് ചോദിച്ച് അങ്ങനെ എന്ത് ചെയ്യാം, ഇവർക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം. അപ്പം നമ്മൾ ആ സാധനങ്ങൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ നമ്മൾ മാക്സിമം പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. കാരണം വെച്ചാൽ ഈ ഒരു കൾച്ചർ ബിൽഡ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളൂ. അപ്പം ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഇപ്പം ഓൺലൈൻ ആവുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ എന്തായാലും അൾട്ടിമേറ്റ്ലി നമുക്ക് കുറച്ച് ദിവസം വർക്ക് ഫ്രം ഹോം ചെയ്യുന്നുണ്ടാവും. ഇപ്പം കംപ്ലീറ്റ്ലി വർക്ക് ഫ്രം ഹോം ആഗ്രഹിക്കുന്നവരുണ്ടാവും അല്ലേ. അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഈ ഒരു കൾച്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ജോബ് കിട്ടുന്ന സമയത്ത് നമുക്ക് അതിൽ ഭയങ്കരമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഞാൻ ഓഫ്ലൈൻ്റെ കേസിലേക്ക് വരികയാണെന്നെങ്കിൽ ലൊക്കേഷൻ്റെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക്. അതെ, അതായത് ഇപ്പം നമുക്കിപ്പോൾ കാലിക്കറ്റാണ് നമുക്കൊരു ഓഫ്ലൈൻ എക്സ്പീരിയൻസ് സെൻറ്റർ ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള നമ്പർ ഓഫ് ആൾക്കാർക്ക് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ നമുക്ക് ഇവിടെ ഇപ്പോൾ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്,
അതേപോലെ നമുക്ക് നമ്മുടേതായിട്ട് ഓൺ കൺസൾട്ടൻസി ഉണ്ട്. അപ്പം ആ കൺസൾട്ടൻസിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഇവിടെ ഉണ്ടാവും. അപ്പം എന്ന് വെച്ചാൽ ലിമിറ്റഡ് സ്പേസ് നമ്മൾ അലോക്കേറ്റ് ചെയ്യും. അപ്പോൾ ആ ആൾക്കാർക്ക് എന്ത് ചെയ്യാം, പ്രീ ബുക്ക് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട്, അതായത് പ്രോപ്പർ നമ്മളൊരു കമ്പനിയിൽ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് 10 മണിക്ക് വരിക 6 മണിക്ക് പോവുക, അതായത് ആ സമയത്ത് അവിടെ നമ്മളെപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരരുത്, ഇവിടുന്ന് പ്രൊജക്റ്റ് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വരണം എന്നാണ് ഞങ്ങൾ പറയുക. എന്നുവെച്ചാൽ അങ്ങനെ ആവുന്ന സമയത്ത് ഒരു പ്രോപ്പർ വർക്ക് കൾച്ചർ കിട്ടും. അതിലെങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന പോലെ വർക്ക് ചെയ്യാനും പറ്റും. അപ്പം അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ, ഇപ്പോൾ ഓൾറെഡി ഇവിടെ കൺസൾട്ടൻസി പ്രൊജക്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, നമ്മളെ എക്സ്പെർട്ട് ആയിട്ടുള്ള മെൻറ്റേഴ്സ് ഇവിടെ ഉണ്ടാവും, ഇവരോടൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പോഴും ഞങ്ങൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഹയറാർക്കി സിസ്റ്റം ഫോളോ ചെയ്യുന്ന പോലെ നിങ്ങൾ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യുമ്പോൾ അങ്ങനെ ചോദിക്കണം. അതായത് നേരെ പോയിട്ട് ചോദിക്കരുത്. കാരണം അങ്ങനെ പോയി ചോദിക്കുമ്പോൾ അവർക്കുള്ളൊരു ഏറ്റവും വലിയൊരു ഒരു ഫാൾട്ടായിട്ട് വരും എന്താ വെച്ച് കഴിഞ്ഞാൽ, കമ്പനിയിൽ ഇവർ വർക്ക് ചെയ്യാൻ, അതായത് റിയൽ MNCയിൽ വർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഡയറക്റ്റ് പോയി ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവരങ്ങനെ ട്രെയിൻഡ് ആയിക്കഴിഞ്ഞാൽ അവർക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പറയില്ല, എപ്പോഴും ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ പോകണം. അത് കമ്പനി കൾച്ചർ ആ രീതിയിലേക്ക് നിങ്ങൾ അഡാപ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമ്മൾ ആദ്യം പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ വരുമ്പം ആളെ സംബന്ധിച്ചിടത്തോളം ആൾ കമ്പനിയിലേക്ക് റെഡി ആയിട്ടുള്ളൊരു കാൻഡിഡേറ്റ് ആയിട്ട് മാറും എന്നുള്ളത് തന്നെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ കമ്പനി റെഡി ആക്കി മാറ്റുന്നതെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെയാണ് പല MNCസും നമ്മളിവിടെ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരെ കൺസിഡർ ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ആളെ സംബന്ധിച്ചിടത്തോളം ആൾ ഈ പ്രോപ്പറായിട്ട് ഒന്നെങ്കിൽ ഇവിടെ നമ്മുടെ കൺസൾട്ടൻസിയിൽ വർക്ക് ചെയ്ത ആളായിരിക്കും, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു ട്രെയിനിങ് കിട്ടിയ ആളാവുന്ന സമയത്ത് കമ്പനീനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരെ ജോബിലേക്ക് അങ്ങോട്ട് കൊടുത്താൽ മതി. പണ്ടത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കോളേജിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാരെടുത്തിട്ട് അത് കമ്പനി എന്ത് ചെയ്യും 3 മാസം അല്ലെങ്കിൽ 6 മാസമൊക്കെ ഇവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടാണ് ആ ഒരു സ്കില്ലിലേക്ക് വരെ എത്തിക്കുന്നത്. അപ്പം 6 മാസം ഒരു 100 ആളെ ട്രെയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 6 മാസം എന്ത് ചെയ്യണം, കമ്പനി ഈ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ്, അതേപോലെ 6 മാസം ആ കാൻഡിഡേറ്റ്സിനുള്ള സാലറി, പിന്നെ അത്രയും ഇപ്പോൾ ഒരു വെന്യൂ ആണെങ്കിൽ ആ വെന്യൂവിൻ്റെ എക്സ്പെൻസ്, അതേപോലെ ഇവർക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത്, ട്രെയിനേഴ്സിൻ്റെ കോസ്റ്റ്, ഇതൊക്കെ കമ്പനിക്ക് നഷ്ടമാണ്. ഈ ഇത്രയും എമൗണ്ടാണ് ആക്ച്വലി കമ്പനിക്ക് പ്രോഫിറ്റ് ആയിട്ട് മാറുന്നത്. അതായത് ഈ രീതിയിൽ ട്രെയിൻ ചെയ്തിട്ടുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ അവിടെ കിട്ടുമ്പോൾ അവർക്ക് പ്രത്യേകം ട്രെയിനിങ് ഒന്നും കൊടുക്കണ്ട, ഡയറക്റ്റ് ജോബിലേക്ക് കൊടുക്കാം. വലിയൊരു ഹ്യൂജ് എമൗണ്ട് തന്നെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ലാഭമാണ്. അതുകൊണ്ട് തന്നെയാണ് കമ്പനി നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്നതും നമ്മളെ ഇവിടെയുള്ള ആൾക്കാരെ എടുക്കാനുള്ളൊരു കാരണം എന്ന് പറയുന്നതും. പിന്നെ ഇപ്പോൾ നമ്മൾ കുറേ റീലൊക്കെ കാണുമല്ലോ, ഈ 4 സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ മതി നിങ്ങളുടെ ലൈഫിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളത് പറയുമ്പോഴേ, സർട്ടിഫിക്കറ്റിനാണോ അല്ലെങ്കിൽ സ്കില്ലിനാണോ നിങ്ങളൊരിതിൽ ഒരു വാല്യൂ കൊടുക്കേണ്ടത്? നമ്മൾ ഇപ്പോൾ ഏകദേശം പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ നമ്മൾ സ്കില്ല് തന്നെയാണ് പറഞ്ഞു തന്നിട്ടുണ്ട്, പക്ഷെ എന്നാലും നമുക്കൊരു റെക്കഗ്നേഷനത്തിന് വേണ്ടിയിട്ട് പറയാം. അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ കറക്റ്റാണ്. കുറേ ആൾക്കാർ എന്താ വെച്ച് കഴിഞ്ഞാൽ, സർട്ടിഫിക്കറ്റ് ഇന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട്, മറ്റേ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ആ ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, മറ്റേ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും, കൊടുക്കും. പക്ഷേ ഈ സാധനങ്ങളൊക്കെ എന്തിനു യൂസ് ചെയ്യുന്നറിയോ? നമ്മൾ ഈ സർട്ടിഫിക്കറ്റൊക്കെ കീപ്പ് ചെയ്യുന്ന ഫയലില്ലേ, അതിൻ്റെ കട്ടി കൂട്ടാൻ യൂസ് ചെയ്യും. വേറെ ഒന്നിനും പറ്റൂല എന്നുള്ളത് ഞങ്ങളിവിടെ പ്ലേസ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനോട് ചോദിച്ചാൽ അങ്ങ് മനസ്സിലാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ കൊടുത്ത ഒരാൾക്കും തന്നെ ഇവിടുത്തെ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരു കാര്യം ഉണ്ടായിട്ടില്ല. കാരണം സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കാരണം അവർ മെയിനായിട്ട് നോക്കുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കില്ലാണ്. ആ സ്കില്ല് നമ്മൾ ഈ സർട്ടിഫിക്കറ്റിൽ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ സർട്ടിഫിക്കറ്റ് ഇപ്പം ഞാൻ കൊടുക്കണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഒരാൾക്ക് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇപ്പം അത്യാവശ്യം നല്ല ഗ്രാഫിക് ഡിസൈനിങ് ഒക്കെ അറിയുന്ന ആൾ, അപ്പം എന്നോട് ഇപ്പം ഞാൻ പ്രത്യേകം പറഞ്ഞല്ലോ, നല്ല വൃത്തിക്ക് എനിക്ക് ഞാനൊരു 6 മാസത്തെ കോഴ്സ് എടുത്ത് പറഞ്ഞില്ലേ, അത് ഫുള്ളായിട്ടൊന്നുമില്ല. 6 മാസത്തെ കോഴ്സ് ഞാൻ 5 മാസം കൊണ്ട് തീർത്ത്. സർട്ടിഫിക്കറ്റ് കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ സാധനം കിട്ടി. പക്ഷെ അത് വെച്ചിട്ട് എനിക്ക് എവിടെ പോയിട്ട് അത് കാണിച്ചിട്ട് വലിയൊരു കിട്ടില്ല. ഇത് ഓൺലൈനല്ലേ, അതാ പോലെ ചോദിച്ചു. അതാണ്. അതായത് ഇപ്പം ഇതിൽ ഈ പറഞ്ഞ പോലെ അനക്ക് പോർട്ട്ഫോളിയോ ആയിരിക്കും അനക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന സാധനം, ഈ ചെയ്ത സാധനങ്ങൾ. അതേപോലെ ഈ ഒരു ഫീൽഡിൽ സ്കിൽ എങ്ങനെ മനസ്സിലാക്കുക വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ആ ആൾക്കാർ ചെയ്തിട്ടുള്ള പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റാണ് ശരിക്കും നമ്മൾ CV അല്ലെങ്കിൽ നമ്മളെ ലിങ്ക്ഡിൻ പ്രൊഫൈലിലൊക്കെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യേണ്ട സാധനം. അപ്പം സർട്ടിഫിക്കറ്റ് എത്ര ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം സർട്ടിഫിക്കറ്റിന് വലിയ വാല്യൂ ഇല്ല എന്നുള്ളത് ഈ ഒരു ഇൻഡസ്ട്രിയിൽ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം നമ്മൾ സ്റ്റുഡൻസ് തന്നെ അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. അപ്പം അങ്ങനത്തെ ഫേക്ക് ആയിട്ടുള്ള
ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രോമിസ് ചെയ്യുന്ന, അതായത് ഇന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട് അത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ പോയിട്ട് പെട്ട ആൾക്കാർ ഇവിടെ രണ്ടാമത് കോഴ്സ് എടുക്കാൻ വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ ഞങ്ങളെക്കാട്ടിലും, അതായത് നമ്മളിവിടെ വാങ്ങുന്ന കോഴ്സ് ഫീനെക്കാട്ടും കൂടുതൽ കോഴ്സ് ഫീ പഠിച്ചിട്ട് അവിടെ ഇന്ന സർട്ടിഫിക്കറ്റ് ആണ്, അത് കിട്ടിയ ഞങ്ങൾക്ക് ജോബ് ഉറപ്പാന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് പോയി അവിടെ പോയി പഠിച്ച് 1-2 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യന് പോലും ആൻസർ ചെയ്യാൻ പറ്റാതെ റിജക്ഷൻ കിട്ടി വന്ന ആൾക്കാരുണ്ട്. അപ്പം അവർക്ക് നമ്മുടെ കോഴ്സ് കൊടുത്ത് ഇവർ പറഞ്ഞ പോലെ ഓൾറെഡി അവർക്കൊരു കോഴ്സ് ചെറിയൊരു ബേസ് ഉള്ളതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അത് ചെയ്ത് നമ്മുടെ പ്ലേസ്മെൻറ്റ് ത്രൂ അവർ നല്ല MNCയിൽ കയറിയ ആൾക്കാരുണ്ട്. അപ്പം അവർക്ക് ഈ പറഞ്ഞ പോലെ ഈ സർട്ടിഫിക്കറ്റ് ഒന്നും ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല എന്നുള്ളത് അവർക്കും മനസ്സിലായി. അവർ പറ്റിക്കപ്പെട്ടതാണെന്നുള്ളത് അവരും റിയലൈസ് ചെയ്ത്. അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെപ്പോഴും സർട്ടിഫിക്കറ്റിൻ്റെ പുറകെ പോവാതെ സ്കില്ലിൻ്റെ പുറകെ പോവുക. സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് എവിടെയും നമ്മളെ രക്ഷപ്പെടുത്താൻ നമുക്ക് സ്കില്ല് ഉപകാരപ്പെടുള്ളൂ. സർട്ടിഫിക്കറ്റ് ഒരിക്കലും ഉപകാരപ്പെടില്ല എന്നുള്ളത് തന്നെയാണ്. അതിനിപ്പോൾ നമ്മൾ പറയുമ്പോൾ സർട്ടിഫിക്കറ്റിൻ്റെ പറയുമ്പോൾ നമ്മൾ പ്ലേസ്മെൻറ്റിൻ്റെ പറയുമല്ലോ. അതായത് ഇപ്പോൾ പ്ലേസ്മെൻ്റ് ആണെങ്കിൽ നിങ്ങളിവിടെ സ്റ്റുഡൻസിനെ എടുക്കുന്നതില്ലേ എന്തിൻ്റെ അക്കൗണ്ടിൽ, അതായത് അഡ്മിഷൻ്റെ എണ്ണത്തിലാണോ അല്ലെ ഇവിടുന്ന് പ്ലേസ്ഡ് ആയി പോണ ആൾക്കാരുടെ ഒരു ഇതിലാണോ? നമുക്കെന്താ വെച്ചാൽ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ മന്ത്ലി നമുക്ക് ഇത്ര അഡ്മിഷൻ വേണം അല്ലെങ്കിൽ ഇത്ര അഡ്മിഷൻ ഉണ്ടായാൽ മാത്രമേ ഞങ്ങൾ ബാച്ചുലർ ഉണ്ട്, അങ്ങനത്തെ ഒരു കണ്ടീഷൻ ഞങ്ങൾ വെക്കാറേ ഇല്ല. കാരണം ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പഠിക്കാൻ വരുന്ന ആൾക്കാർ പഠിക്കണം എന്നുള്ള ഇൻട്രസ്റ്റോട് കൂടി വരുന്ന ആൾക്കാരാവണം എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അപ്പോൾ ഞങ്ങളൊരു ഇനീഷ്യൽ സ്ക്രൂട്ടിനി ഞങ്ങൾ നടത്തും. കാരണം വെച്ചാൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ വെറുതെ വന്ന് പഠിച്ചുകൊണ്ടൊന്നും ഈ ജോബ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇവിടെ വരുന്ന ആൾക്കാർ ഞങ്ങളുടെ ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് അതിന് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് എഫേർട്ട് എടുക്കാൻ വില്ലിങ് ആയിട്ടുള്ള ആൾക്കാർ മതി എന്നുള്ളതാണ്. ഞങ്ങൾക്കിവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അഡ്മിഷൻസ് വരുന്നത് റെഫറൽ ത്രൂ ആണ്. അതായത് അപ്പം ഇവിടെ പഠിച്ച് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ പറഞ്ഞറിഞ്ഞിട്ട് അവരുടെ കെയർ ഓഫ് അതിലാണ് വരുന്നത്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഇനീഷ്യലി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ആഡ് കുറേ റൺ ചെയ്തുകൊണ്ട് ഈ ആൾക്കാർ ട്രസ്റ്റ് ചെയ്യണമെന്നില്ല. കാരണം ആൾക്കാർ എപ്പോഴാണ് ട്രസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പഠിച്ച് ആൾക്ക് നല്ലൊരു കമ്പനിയിൽ നല്ലൊരു പാക്കേജിൽ ജോബ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലും വലിയൊരു ഒരു എന്താ പറയുക ഒരു പബ്ലിസിറ്റിയോ അല്ലെങ്കിൽ ആഡോ വേറെ ഇല്ല എന്നുള്ളതാണ്. കാരണം ഇത് പ്രൂവ് ചെയ്ത് കാണിക്കാണ് റിയലി. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ആഡിൽ ഇപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇത്ര സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇത്ര സാലറി കിട്ടും എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ അവിടെ ഫ്ലാറ്റായി പോവാണ്. അപ്പം അങ്ങനെ തന്നെയാണ് ഞങ്ങൾ കൂടുതലും നമ്പേഴ്സിൽ ഞങ്ങൾ ഫോക്കസ് ചെയ്യാറില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് എത്ര സ്റ്റുഡൻസ് വന്നു കഴിഞ്ഞാലും ഞങ്ങൾക്ക് അവരെ ഈ സെയിം രീതിയിൽ കാറ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങളുടെ സിസ്റ്റംസ് എല്ലാം ബിൽഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ ഒരു ഫീൽഡിൽ അത്രയും ഓപ്പണിങ്സ് വരുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ വരുന്ന ഓപ്പണിങ്സിന് കൊടുക്കാൻ പോലുള്ള ആൾക്കാർ ഇവിടുന്ന് പഠിച്ചിറങ്ങുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഇന്ന് വന്നിട്ടുണ്ട് ഏകദേശം ഒരു 24 വേക്കൻസി. അപ്പോൾ അതേപോലെ പല കമ്പനിയിൽ നിന്നും ഓരോ ദിവസമായിട്ട് ഇങ്ങനെ ഓപ്പണിംഗ് ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പം ബ്യൂറോ ആപ്പ് വേൾഡിൽ കുറച്ച് ഓപ്പണിംഗ് വന്നിട്ടുണ്ട്, കാത്തിബിൽ കുറച്ച് ഓപ്പണിംഗ് വന്നിട്ടുണ്ട്, എൻവൈൽ HR എന്നും വിളിക്കും. അതായത് ആരെങ്കിലും ഉണ്ടോ, റെഫർ ചെയ്യാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? ഞങ്ങൾ ആരെയും കൊടുക്കാറില്ല. ഞങ്ങൾക്ക് തോന്നുന്ന ആൾക്കാർ, അതായത് ഇവരെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് അവിടെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ആൾക്കാരെ മാത്രമേ ഞങ്ങൾ കൊടുക്കുള്ളൂ. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്വാളിറ്റി കീപ്പ് ചെയ്യണം. അത് ഒരാൾ പറയരുത്. അതായത് അവിടെ വർക്ക് ചെയ്ത ഒരാൾ, അതായത് മയോസിയിൽ വർക്ക് ചെയ്ത അവരുടെ കൺസൾട്ടൻസിയിൽ വർക്ക് ചെയ്ത ഒരാൾ അല്ലെങ്കിൽ അവിടെ പഠിച്ച ഒരാൾ എന്ത് ചെയ്ത് അത്ര ക്വാളിറ്റി ഇല്ലാത്ത ഒരാളാണെന്നുള്ളത് ഒരിക്കലും പറയാൻ പാടില്ല. അപ്പം ആ രീതിയിൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് എല്ലാം കീപ്പ് ചെയ്തിട്ട് ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അതിന് പുറമെ ഞങ്ങൾ CET ട്രിവാൻഡ്രം സർട്ടിഫൈഡ് ആയിട്ടുള്ള കോഴ്സ് കൂടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം അതിൻ്റേതായൊരു വാല്യൂ ഞങ്ങളത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പഠിപ്പിക്കുന്ന ആൾക്കാരും അങ്ങനത്തെ ആൾക്കാരാണ്. അതായത് ഇപ്പം എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും അവിടെ ട്രെയിനേഴ്സ് ആയിരിക്കും. അതായത് ചിലപ്പോൾ MTech ചെയ്ത ഒരാൾ, ഇപ്പം ഞാൻ ഇപ്പോൾ പേര് പറയുന്നില്ല, കുറച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഉള്ള ആൾക്കാർ ആരൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് ഇവിടെ നമ്മളിപ്പോൾ എൻക്വയറി വരുന്ന സമയത്താണ് അവരടുത്ത് ചോദിക്കലുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് അവിടെ MTech പഠിച്ച ആൾക്കാർ അല്ലെങ്കിൽ BTech ജസ്റ്റ് കഴിഞ്ഞ് അല്ലെങ്കിൽ അവിടെ കോഴ്സ് കഴിഞ്ഞ ആൾക്കാർ അവിടെ ട്രെയിൻ ചെയ്യുന്ന ആ ഒരു മെത്തേഡാണെന്നൊക്കെ പറയുമ്പം അവരുടെ ഒരു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടും അതിനനുസരിച്ചല്ലേ ഉണ്ടാവുള്ളൂ. അവർക്ക് ഇൻഡസ്ട്രിയിൽ ലൈവായിട്ടുള്ള ഇൻഡസ്ട്രിയിലുള്ള ഒരു എക്സ്പോഷർ കിട്ടിയ ആളൊന്നല്ല ഇവിടെ പഠിപ്പിക്കുന്നത്. പക്ഷേ നമ്മളിവിടെ പഠിപ്പിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഈ ഒരു ഇൻഡസ്ട്രിയിൽ സ്റ്റിൽ വർക്കിംഗ് ആയിട്ടുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഇല്ലാതിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കാരണം അതില്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരൊന്നും ഈ പറഞ്ഞ MNCയിലൊന്നും പ്ലേസ്ഡ് ആവില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പം ഞങ്ങൾ
ക്വാളിറ്റിയാണ് ഓവർ ക്വാണ്ടിറ്റി ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇതുണ്ടല്ലോ നമ്മൾ ഈ ബിടെക് കാര്യങ്ങളൊക്കെ ആണെങ്കിലും പഠിച്ചിട്ടില്ലേ സപ്ലി കിട്ടിയിട്ട് നിർത്തി വെച്ചവര് ഇല്ലേ പഠിച്ച് കഴിഞ്ഞിട്ട് തന്നെ പിന്നെ പോവാത്തവര് പഠിച്ച ഫീൽഡിൽ പണിയെടുക്കാത്ത ടീംസ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള ആൾക്കാരെ ഇതിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്താ പറയണ്ടാവുക, ഓരെ പറ്റിയിട്ടുള്ള എന്തൊരു കാര്യമുണ്ടല്ലോ, ഓർക്ക് ഇത് ഫോക്കസ് ചെയ്ത് അങ്ങനെ ആവുകയും എല്ലാം അങ്ങനെ ആവുകയും എന്നൊക്കെ പറയാനൊരു സംഭവം ഉണ്ടാവുമല്ലോ. അത് ഞാനത് ഓരോ കേസായിട്ട് ഞാൻ പറഞ്ഞതാണ്. ഇപ്പം ബിടെക് തന്നെ ഇപ്പം പല കാരണങ്ങൾ കൊണ്ട് സപ്ലി വരുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പം ഇപ്പോഴത്തെ KTU സിസ്റ്റം ആയതുകൊണ്ട് ഇപ്പോൾ എക്സാമൊക്കെ ഭയങ്കര എന്താ വെച്ചാൽ ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള സൈക്കിളിൽ മാത്രമേ ചൊറയാണ്. നമ്മളെ യൂണിവേഴ്സിറ്റി ആണെങ്കിലും ചൊറയാണ്, റിസൾട്ടൊക്കെ വരാൻ കുറേ കാലം കഴിഞ്ഞു. അതെ, അതുപോലെ ഇവിടെ സപ്ലി വന്നു കഴിഞ്ഞാൽ ആൾക്ക് അത്രയും ടൈം ആൾക്ക് വേസ്റ്റ് ആയി പോവാണ്. അപ്പോൾ ഏതൊരു കമ്പനി ആണെന്നുണ്ടെങ്കിലും ഒരു മിനിമം ക്വാളിഫിക്കേഷൻ അവർ ചോദിക്കും. ഇപ്പം MEPൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ചോദിക്കുന്ന ഒരു ക്വാളിഫിക്കേഷൻ ഒന്നെങ്കിൽ ആൾക്ക് എന്താണ് ഡിപ്ലോമ ഉണ്ടാവണം, അല്ലെങ്കിൽ BTech ഗ്രാജുവേറ്റ് ആയിരിക്കണം. അപ്പം ഞാൻ സപ്ലൈ വന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊരു റൈറ്റ് ചോയ്സാണ് ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ. അതിപ്പോൾ BTech കഴിഞ്ഞപ്പോൾ ഒരു ജൂണിൽ അല്ലെങ്കിൽ മെയ്യിലൊക്കെ BTech കഴിഞ്ഞ ഒരാൾ ഇപ്പോൾ എക്സാം ചിലപ്പോൾ ഡിസംബറിലൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പം അങ്ങനെ വരുന്ന കേസിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള, അതിപ്പോൾ മെക്കാനിക്കലിൻ്റെ കേസിലാണെങ്കിൽ ഏറ്റവും കോർ ഫീൽഡിൽ പണിയെടുക്കാൻ പറ്റുന്നൊരു ഫീൽഡാണ് BIM MEP ഫീൽഡ്. അപ്പം ഈ ഫീൽഡിൽ ഇപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ട്രെയിനിങ് ഏകദേശം ഒരു 3 മാസം വരും. ആ 3 മാസം കഴിഞ്ഞിട്ട് ഒരു എന്ത് ചെയ്യുക, പ്രൊജക്റ്റിൽ മാക്സിമം ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പാരലലി നമ്മൾ എന്ത് ചെയ്യുക, BTechൻ്റെ ആ സപ്ലി കൂടെ എഴുതിയെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടൈം ഡ്യൂറേഷൻ കഴിയുമ്പം ആളൊരു നല്ലൊരു എക്സ്പേർട്ടായിട്ട് മാറും. അതൊക്കെ നല്ല നോളജും ഉണ്ടാവും, റെലവൻ്റ് ആയിട്ടുള്ള സ്കില്ലിൽ ആൾ അപ്ഡേറ്റഡ് ആവുകയും ചെയ്യും. കാരണം ഈ BTechൽ പഠിക്കുന്ന ഒരു സാധനവും ഈ പറഞ്ഞ പോലെ നമുക്കൊരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സാധനമല്ല. അതിലൊരു 90% സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വർക്ക് ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ വർക്കിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനം അല്ല എന്നുള്ളതാണ് സത്യം. ഇപ്പം ഞാനും BTech പഠിച്ച ഒരാളായതുകൊണ്ട് എനിക്ക് അറിയാം ആ സാധനങ്ങൾ, അപ്പോൾ അത് എവിടെയും യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ മെൻറ്റേഴ്സ് ആണെങ്കിലും ഈ കാര്യം സെയിം കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു അതിപ്പോൾ നമ്മളിപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷനെ പോസിറ്റീവാക്കി മാറ്റിയിട്ട് ഇവർക്ക് എന്ത് ചെയ്യാം, നല്ലൊരു ഹൈ പേയിങ് ആയിട്ടുള്ള ജോബിലേക്ക് എത്താൻ പറ്റും. ഇനി രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ BTech ഒക്കെ പാസ്സായി MEPയുടെ അല്ലെങ്കിൽ BIMൻ്റെ ഒക്കെ കോഴ്സ് ചെയ്തിട്ട് ഇവരൊരു ഫീൽഡിലേക്ക് കയറിയിട്ടുണ്ടാവും അല്ലേ. ഇപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ കണ്ടിട്ടുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100% പ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, കോഴ്സ് കൊടുക്കും. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പം ഞാനാണെങ്കിലും ഇപ്പോൾ കോഴ്സ് നോക്കുന്ന സമയത്ത് 100% പ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, നേരെ പോയി അങ്ങ് ചേരും അല്ലേ. കാരണം എന്തായാലും എനിക്ക് എന്ത് കിട്ടും, പ്ലേസ്മെൻറ്റ് കിട്ടും എന്നുള്ളൊരു തോട്ട് ഉണ്ടാവും. അപ്പം അതിൽ വരുന്ന 2 പ്രശ്നങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ കയറുന്ന ഫീൽഡ്, അതിപ്പോൾ അവർ കയറ്റി തരുന്നുണ്ടാവുക എന്തായിരിക്കും, ഏതെങ്കിലുമൊക്കെ സൈറ്റ് ജോബുകളിലൊക്കെ ആയിരിക്കും അവർ കയറ്റി തരുന്നുണ്ടാവുക. അപ്പം ഞാൻ കണ്ടിട്ടുള്ളത് അതാണ്. അതായത് സൈറ്റ് ജോബിൽ, അതായത് 6000-8000 ഉറുപ്പ്യക്കൊക്കെ സൈറ്റിൽ പണിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BTech കഴിഞ്ഞ ആളാണ്. എന്നിട്ട് എക്സ്ട്രാ 10,000-15,000 ഉറുപ്പ്യ കോഴ്സ് ചെയ്തിട്ട് പണിയെടുക്കുമ്പോൾ കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. എന്ന് വെച്ചാൽ നമ്മളെ കരിയറിനെ റൂയിൻ ചെയ്യുന്ന ഒരു സാധനമാണ്. അത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു എന്താ ക്രൂരത എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത്രയും പൈസ ഒക്കെ കൊടുത്ത് പഠിച്ചിട്ട് അവരുടെ ഡയറക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ആ ഒരു ജോബിലേക്കല്ല അവരെത്തിക്കുന്നത്. അപ്പം അവരെന്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫീൽഡിനെ അങ്ങ് വെറുത്തു പോവാണ്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സ്, അതായത് ഇപ്പം ഡിസൈൻ ഫീൽഡിലുള്ള ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ആൾ വർക്ക് ചെയ്യേണ്ട റോൾ അതല്ല. ആ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ബംഗാളിനെ പോലുള്ള ആൾക്കാർ, അതായത് അവരെ മാനേജ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി എന്തിനത്രയും പൈസ കൊടുത്ത് കോഴ്സ് പഠിക്കുന്നത്, അതിൻ്റെ ഒരു ആവശ്യമില്ല. BTech കഴിഞ്ഞ ആൾക്കാർക്ക് ഡയറക്റ്റ് കയറി ചെല്ലാൻ പറ്റുന്ന ഒരു റോൾ തന്നെയാണ്. അപ്പം ഇതിലും വലിയ സാലറിയിൽ കയറാൻ പറ്റും. പിന്നെ എന്തിനാ ഇതൊക്കെ പഠിച്ചിട്ട് ചെയ്യുന്നത്. അപ്പം അവിടെ വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ജോബ് റോളിലേക്ക് കയറ്റി കൊടുക്കും. പിന്നെ ഈ പറഞ്ഞ രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എന്നോട് പറയുകയാണ് നമുക്ക് 100% ഞാൻ ജോലി തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യില്ല, 100% എഫേർട്ട് ഇട്ട് ഞാൻ പഠിക്കില്ല അല്ലേ. അതായത് എനിക്ക് എന്തായാലും പണി ഒപ്പിച്ചു തരും, അപ്പോൾ പിന്നെ ഞാൻ ഇതിനത്ര കഷ്ടപ്പെട്ട് പഠിക്കുന്നത്, ആ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് എന്ത് ചെയ്യും സ്റ്റുഡൻസ് വരും. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതും ഈ പറഞ്ഞ കുട്ടികളുടെ കരിയർ റൂയിൻ ചെയ്യുന്ന ഒരു സാധനം. ഈ 100% ആണെങ്കിൽ അതൊരു ട്രാപ്പ് പോലത്തെ സംഭവമല്ല ശരിക്കും പറഞ്ഞാൽ. സത്യം പറഞ്ഞ സ്ഥലങ്ങൾ 100% എന്ന് പറഞ്ഞിട്ടും അത് കിട്ടാത്ത കുറേ ആൾക്കാരുണ്ടാവുമല്ലോ. കിട്ടാത്തവരുണ്ട്, പക്ഷെ കിട്ടുന്നത് ഞാൻ പറഞ്ഞ ഫസ്റ്റ് കേസ് ആയിരിക്കും, സൈറ്റ് ജോബിലേക്കായിരിക്കും കൊണ്ടുപോയാക്കുന്നുണ്ട്. ഇത് രണ്ടാണെങ്കിലും ഈ ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കരിയർ റൂയിൻ ചെയ്യുന്നതിന് ഈക്വലാണ്. പക്ഷെ ഞങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഞങ്ങൾ 100% പ്ലേസ്മെൻറ്റ് ഞങ്ങൾ പറയൂല.
പറയൂല എന്ന് ഞങ്ങൾ ഉറപ്പിച്ച സാധനം. കാരണം വെച്ചാൽ പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഞങ്ങളത് പാലിക്കാൻ വേണ്ടി, അത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കയറ്റി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, ചിലപ്പം ഈ പറഞ്ഞ പോലെ ഈ എത്തിക്സിൽ കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അത് ഞങ്ങൾക്ക് ചെയ്യാൻ ഒരു താല്പര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കണ്ടന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതേപോലെ ഇവർക്ക് സ്കില്ല് ബിൽഡ് ചെയ്യാൻ വേണ്ടി പ്രാക്ടിക്കലായിട്ടുള്ള ലൈവ് പ്രൊജക്റ്റിൽ ഇവരെ കൊണ്ട് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നത്, നമ്മുടെ കൺസൾട്ടൻസിയിൽ വർക്ക് ചെയ്യിപ്പിച്ച് അവരുടെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യിക്കുന്നത്. പിന്നെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് കുറച്ച് MNCs ആയിട്ട് ഡയറക്റ്റ് കണക്ഷൻസ് ഉണ്ട്. ആ MNCs നിന്ന് വരുന്ന ജോബ് ഓപ്പണിംഗ് നമ്മൾ എന്ത് ചെയ്യുക, റെഫറൽസ് കൊടുത്തിട്ട് അവർക്ക് ഇൻ്റർവ്യൂ കോളിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസ് ചെയ്യുന്ന സാധനം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു കരിയർ പേജ് ത്രൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും എന്ത് കിട്ടൂല, ഡയറക്റ്റ് ഇൻ്റർവ്യൂ കോൾ കിട്ടൂല. ഇൻ്റർവ്യൂ കോൾ കിട്ടാൻ ഒരുപാട് ഡിലേ ആവും. ഇപ്പം ചില കേസിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ CV ATS ഫ്രണ്ട്ലി അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ അത് ഓട്ടോമാറ്റിക്കലി സിസ്റ്റം എന്ത് ചെയ്തിട്ടുണ്ടാവും, റിജക്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ഒരു മെയ്ഡ് ഇൻറ്റിമേഷൻ, അത് റിജക്റ്റ് ആയി എന്നുള്ള ഇൻറ്റിമേഷൻ ചിലപ്പം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, കിട്ടുന്നുണ്ടാവില്ല. അതൊക്കെയാണ് ആക്ച്വലി അതെന്താണ് അതിൻ്റെ പ്രോസസ്സ്. അതിനനുസരിച്ച് നമ്മളവിടെ ക്വാളിഫൈഡ് ആവാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഒരു ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യുന്നതിന് മുന്നേ ഇനീഷ്യൽ സ്ക്രീനിങ് നമ്മൾ പാസ്സാവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ CV ATS ഫ്രണ്ട്ലി ആണോ, അതെങ്ങനെ ചെക്ക് ചെയ്യും, അതായത് ഒരു JDക്ക് അനുസരിച്ച് എങ്ങനെ നമ്മളൊരു CV സെറ്റ് ആക്കണം എന്നുള്ളത്, അത് ഏതൊക്കെ ടൂൾസ് യൂസ് ചെയ്ത്, ഏതൊക്കെ AI ടൂൾസ് യൂസ് ചെയ്ത് ചെക്ക് ചെയ്ത് അതിനെ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് അവരുടെ CVയും ഓട്ടോമാറ്റിക്കലി എന്താവും, 95% ഒക്കെ ATS സ്കോർ ഉള്ള ഒരു CV ആയിരിക്കും. ആ CV നമ്മൾ ഈ ഒരു ചാനൽ ത്രൂ അപ്ലൈ ചെയ്യുന്ന സമയത്തും അത് ഷോർട്ട് ലിസ്റ്റ് ആവാനുള്ള ചാൻസും 100% ആണ്. അപ്പം അങ്ങനെ നമുക്ക് കോൾ ലെറ്റർ കിട്ടും. ഈ ഒരു സാധനങ്ങളൊന്നും റെഡി അല്ലാത്തത് കൊണ്ടാണ് ഇവർക്ക് ഈ ഒരു കോളും കിട്ടാത്തത് എന്നുള്ളതാണ്. അപ്പം ഈ സാധനങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കും അത് യൂസ്ഫുള്ളാണ്. അതേപോലെ നമ്മളിപ്പോൾ നമ്മളെ ഫ്രണ്ട്സൊക്കെ ആരെങ്കിലും ജോബ് നോക്കുന്നവരുണ്ടെങ്കിൽ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കും എന്ത് ചെയ്യും, പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഡയറക്റ്റ് നമ്മളിപ്പോൾ 2-3 വർഷം കഴിയുമ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ ജമ്പ് ചെയ്യും. ആ സമയത്ത് നമുക്ക് ഈ കാര്യങ്ങൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, അപ്പം വേണമെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ വരുന്ന സ്റ്റുഡൻസിന് നമുക്ക് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ വൺസ് ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആൾക്കത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ജോബ് ജമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരാളുടെ ഒരു ഹെൽപ്പ് ആവശ്യമായിട്ട് വരും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പം ചെയ്ത് കഴിഞ്ഞാൽ അവർ ഡെഫിനറ്റ്ലി അവർക്കും ഹെൽപ്പാണ്, ബാക്കിയുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാനും പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു തന്നപ്പോൾ ഇങ്ങനെ കാട് കയറി പോയിന്ന് തോന്നുന്നുണ്ട് അല്ലേ. അപ്പം നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അതായത് BTech കഴിഞ്ഞ് ഒരു കോഴ്സ് ചെയ്തിട്ട് ആ ഫീൽഡിലല്ലാതെ വേറെ ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളെ നമ്മൾ പറഞ്ഞു വന്നത് അല്ലേ. അപ്പം ഇതാണ് സംഭവം. അതായത് ഇപ്പം കോഴ്സ് എടുത്തിട്ട് നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ സൈറ്റ് എഞ്ചിനീയർ എന്നുള്ള റോളിലേക്ക് വരുമ്പോൾ നമ്മൾ വേറെ റോളിലേക്കാണ് നമ്മൾ അസൈൻ ആവുന്നത്. നമ്മൾ പഠിച്ച സാധനം അല്ല അവിടെ ചെയ്യുന്നത് അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഫീൽഡിനോടുള്ള ഒരു വെറുപ്പ് തുടങ്ങും അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പ്രോപ്പറായിട്ടുള്ള ഈ ഫീൽഡിൽ എക്സ്പേർട്ടായിട്ടുള്ള പ്രൂവൺ ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം നിങ്ങൾ ചൂസ് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത്. കാരണം ഇങ്ങനെ ഈ രീതിയിലേക്കൊക്കെ എത്തിയിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ കൺമുന്നിലുള്ളതുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. പലരും അത് റിയലൈസ് ചെയ്യുന്നില്ല എന്നുള്ളത് വേറെ സത്യം. പിന്നെ മൂന്നാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം BTech കഴിഞ്ഞ് നല്ല മാർക്കോടുകൂടി പാസ്സായ ആളായിരിക്കും. ഇപ്പോൾ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും ആൾക്ക്, ചിലപ്പം IT സെക്ടറിലായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അങ്ങനെ IT സെക്ടറിൽ കിട്ടിയിട്ട് പോകാൻ അവർ നിർബന്ധിതനാവും. ചിലപ്പോൾ പല കേസ് കൊണ്ട് പോയിട്ട് ഒരു 1-2 കൊല്ലമൊക്കെ കഴിയുമ്പോഴേക്കും മനസ്സിലാവുക, ഞാൻ 4 കൊല്ലം പഠിച്ച ആ ഒരു ഫീൽഡിൽ നിന്ന് മാറി ഞാൻ വേറൊരു ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അതെ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു റിഗ്രറ്റ് വരും ചില ആൾക്കാർ, ഞാനെന്തിനപ്പോൾ ഈ ഫീൽഡിൽ പഠിച്ചെന്തിനാന്നുള്ളതൊക്കെ. അതെ. ഇപ്പം ഈ സാധനം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സ്ട്രൈക്ക് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാർ, വീട്ടുകാർ, കുടുംബക്കാർ ഈ 4 കൊല്ലം ചോദിച്ചിന് പഠിച്ചിട്ട് എന്തിനാ ഇതിനാണോ പോണത്, ഇതാണോ ഈ പഠിച്ചതെന്ന് ചോദിക്കുമ്പം നമ്മളുള്ളിൽ എന്തായാലും ഒരു മനുഷ്യന്മാരല്ലേ, ഒരു മനസ്സിൽ ആ ഒരു സാധനം കിടക്കും. അപ്പോൾ ചിലപ്പോൾ തിരിച്ച് വരണം തോന്നും. അപ്പോൾ അങ്ങനെ വരണം എന്നുണ്ടെങ്കിലും എന്ത് വരാം. അതായത് ഒരുപാട് ലേറ്റ് ആവാതെ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ അപ്പോഴും മെക്കാനിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ്. അവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആർക്ക് പ്രോപ്പറായിട്ട് സ്കില്ലിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരെ കമ്പനി ചൂസ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഈ 3 കാറ്റഗറി ആണെന്നുണ്ടെങ്കിലും ആൾക്കാർക്ക് രക്ഷപ്പെടാനുള്ളൊരു ഓപ്ഷൻ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു ഡിസിഷൻ നമ്മൾ എടുക്കണം.
നമ്മൾ ആ ഡിസിഷൻ എടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല, അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, ടൈം ഇൻവെസ്റ്റ് ചെയ്യണം, എഫേർട്ട് എടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ എഫേർട്ട് എടുത്ത ടൈം ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് പോലും ഇന്നിവിടെ നല്ല പാക്കേജിൽ അല്ലാതെ പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടില്ല. നമ്മൾ എത്രത്തോളം ഇതിന് ഹാർഡ് വർക്ക് ഇടണോ അതിനനുസരിച്ച് ആ റിസൾട്ട് കാണുക നമ്മുടെ പാക്കേജിലായിരിക്കും. അത്രയും LPL മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ്, അത് നമ്മൾ പ്രൂവ് ചെയ്തതാണ്. സോ അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞിങ്ങനെ പോകന്നെ മയോസിനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ എനിക്കും അറിയില്ല ഇനി എന്തേലും മയോസിന്നൊന്നും. പക്ഷേ കുറേ കാര്യങ്ങൾ എനിക്കിപ്പോൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ കുറേ സാധനം കിട്ടി. നമുക്ക് ഇൻഷാ അല്ലാ അടുത്ത പോഡ്കാസ്റ്റ് ആകുമ്പോൾ ഇനി ഇതേമാതിരി ഒരു കിടിലൻ പോഡ്കാസ്റ്റ് ആകുമ്പോൾ ഇനി വെക്കണം. ഈ ഇങ്ങനെ ചോദിക്കുന്നതനുസരിച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇപ്പം നിർത്തിയാലേ ശരിയാവുള്ളൂ. എനിക്ക് നല്ല വിശക്കുണ്ട്, നമുക്ക് നിർത്തിയാൽ നല്ലതാണ്. അപ്പം നമുക്കൊരു നെക്സ്റ്റ് പോഡ്കാസ്റ്റിൽ ഇതിലും കൂടുതൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.